കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ക്രൂ എന്നുള്ളത് നമ്മുടെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ ജംബോ സർക്കസിലാണ്. ഞങ്ങൾ ശരിക്ക് ജംബോ സർക്കസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം സർക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരു നാമം ജെമിനി ശങ്കർ എന്ന മനുഷ്യനാണ്. 99 വയസ്സുവരെ ജീവിച്ച് അടുത്ത നാൾ നമ്മെ വിട്ടുപോയ ഒരാളാണ്. സക്സസ് സ്റ്റോറിയിൽ അതിഥിയായി എത്താമെന്ന് പലതവണ ഞങ്ങളോട് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത യാത്ര ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു അധ്യായമാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ 7ാം ക്ലാസ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം. പലചരക്ക് കടയിൽ നിന്നാണ് അദ്ദേഹം ജീവിതം തുടങ്ങുന്നത്. പിന്നെ സൈനികനായി സേവനമനുഷ്ഠിച്ചു. പിന്നെ സർക്കസ് ലോകത്ത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്നത്തെ തലമുറയ്ക്കൊരു പാഠമാണ്, പാഠപുസ്തകമാണ്. നെഹ്റുവും മൊറാർജി ദേശായിയും ഇന്ദിരാഗാന്ധിയും ഉൾപ്പെടെ ഇന്ത്യയിലെയും ലോകത്തെയും ഏറ്റവും പ്രഗത്ഭരായ നേതാക്കളുമായി വലിയ സൗഹൃദം കാത്തുസൂക്ഷിച്ചിട്ടുള്ള ഒരാളാണ് ജെമിനി ശങ്കരൻ എന്ന കണ്ണൂരുകാരുടെ ശങ്കരേട്ടൻ. അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ കണ്ണൂർ സക്സസ് സ്റ്റോറിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ഉരുക്കു വനിതയായ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കടന്നപ്പള്ളിയും ഇന്ദിരാഗാന്ധിയും കൂടി ഡൽഹിയിൽ ജെമിനി ശങ്കറിൻ്റെ സർക്കസ് കാണാൻ പോയ കഥ. അന്ന് ഇന്ദിരാഗാന്ധി കത്തി നിൽക്കുന്ന കാലമാണ്. കൂടാരത്തിനുള്ളിൽ പ്രധാനമന്ത്രി സർക്കസ് കാണുന്നു, കൂടെ കടന്നപ്പള്ളി രാമചന്ദ്രനും. അപ്പോൾ സെക്യൂരിറ്റിക്കാർ മുഴുവൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഒരു ടെൻറ്റിനുള്ളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇരിക്കുന്നു. തീ കൊണ്ടുള്ള കളികൾ, വലിയ വലിയ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടക്കുകയാണ്. ഒന്ന് കൈതെറ്റിയാൽ പ്രധാനമന്ത്രിക്ക് എന്ത് സംഭവിക്കും? അന്ന് വന്യജീവികളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഒന്ന് അതിർത്തി കടന്ന് വന്നാൽ പ്രൈം മിനിസ്റ്റർക്ക് എന്ത് സംഭവിക്കും? അവർ വേവലാതിയോടെ കടന്നപ്പള്ളിയോട് ചെവിയിൽ പറയും, പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറയൂ. അപ്പോഴൊക്കെ ഇന്ദിരാഗാന്ധി സ്വസ്ഥമായിരുന്ന് സർക്കസ് ആസ്വദിച്ചു എന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ലാളിത്യത്തിൻ്റെ ആൾരൂപമായിരുന്ന ജെമിനി ശങ്കരൻ്റെ മകൻ അജയ് ശങ്കർ ഇന്ന് സക്സസ് സ്റ്റോറിയിൽ നമ്മോടൊപ്പം ചേരുകയാണ്. സർക്കസ് നമുക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മയാണ്. ആദ്യം നമുക്ക് ജെമിനി ശങ്കരൻ എന്ന ആ വലിയ മനുഷ്യരിലൂടെ ഒന്ന് സഞ്ചരിക്കാം. പിന്നെ അജയ് ശങ്കറിലൂടെ സർക്കസിൻ്റെ ലോകത്തേക്കും ഒന്ന് യാത്ര ചെയ്യാം. പ്രേക്ഷകർക്കും ഒപ്പം അജയ് ശങ്കറിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമസ്കാരം അജയ് ശങ്കർ. താങ്കളുടെ പിതാവിനെ വ്യക്തിപരമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. കാരണം തലശ്ശേരിയിൽ അദ്ദേഹം വരുന്ന MC ലക്ഷ്മണൻ്റെ വീട്ടിൽ, കാരണം കണ്ണൂർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ മുന്നിലുള്ള MC ലക്ഷ്മണൻ്റെ വീട്ടിൽ എല്ലാ മാസവും ഞങ്ങളൊന്ന് ഒത്തുകൂടാറുണ്ടായിരുന്നു. യെസ്, അന്ന് അദ്ദേഹം വരുമ്പോൾ ഇത്ര ലാളിത്യമുള്ളൊരു മനുഷ്യനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു ഗ്ലാസ് ആരെങ്കിലും ചായ കുടിക്കാൻ വന്ന ഗ്ലാസ്സില്ലെങ്കിൽ അദ്ദേഹം തന്നെ ആ ഗ്ലാസ് എടുത്തിട്ട് കഴുകിയിട്ട് കൊണ്ടുപോയി ചായ ഒഴിച്ചു കൊടുക്കുന്ന ദൃസാക്ഷിയായിരുന്നിട്ടുള്ള ഒരു ആളാണ് ഞാൻ. എന്താണ് ജെമിനി ശങ്കരൻ എന്ന ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നൽകിയ ഇന്ത്യ ഗവൺമെൻറ് പോലും അങ്ങനെ ആദരിച്ച ആ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് താങ്കളുടെ ഓർമ്മയിൽ പിതാവ് എങ്ങനെയായിരുന്നു? ആദ്യകാലം മുതൽ, ചെറുപ്പകാലം മുതൽ താങ്കൾക്ക് ഓർമ്മ വെക്കുമ്പോൾ പിതാവ് ഏത് റോളിലാണ് ഉണ്ടായിരുന്നത്? നമ്മളെ ഓർമ്മയില്ല, ജെമിനി സർക്കസ് വളർന്നു കഴിഞ്ഞിരുന്നു. അന്ന് ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സൂ, മൂവിങ് സൂ എന്ന് അന്നത്തെ ഹെഡ്ലൈൻസ്, ജെമിനി ദ ഗ്രേറ്റസ്റ്റ് ഷോ ഇൻ ഇന്ത്യ വിത്ത് മൂവിങ് ആനിമൽസ്. അതാണ് അന്നത്തെ ഹെഡിങ്. മൂവിങ് ആനിമൽസ്. അതില് ടൈഗർ, ലയൺ, ചിമ്പാൻസി, സീ ലയൺസ്, ആന, കുതിര, ബാക്കി എല്ലാ ഡൊമസ്റ്റിക് ആനിമൽസും, പിന്നെ ജിറാഫ്. നമ്മളെ ചെറുപ്പത്തിലെല്ലാം കണ്ടത് ഞാൻ പറയും. എത്ര വയസ്സിലെ ഓർമ്മയാണ് ശങ്കറിന് അജയ്ക്ക് ആ കാലഘട്ടം? ആ കാലത്ത് നമ്മളൊരു 6 വയസ്സ്. 6 വയസ്സ്. എവിടെയാണ് ആ കാലത്ത് ആ സർക്കസ് അജയ് ശങ്കറിന്റെ ഓർമ്മയിൽ വരിക? ബോംബെയിലാണ് ഓർമ്മ വന്നത്. ഞാൻ ബോംബെയിൽ ജനിച്ചതാണ്. ബോംബെയിലാണ് ജനനം. അല്ലേ? പക്ഷേ ഈ ഓർമ്മ, സർക്കസിനെ പറ്റി ഓർമ്മ വന്നത് 6 ഇയേഴ്സ് മുതൽ ഒരു വേഗമായിട്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അതിൻ്റെ ഇത്ര ആനിമൽസിൻ്റെ പ്രോബ്ലംസ്, അതിൻ്റെ ട്രെയിനിങ് ഇതും, അതിനെ നോക്കുന്ന അച്ഛനെങ്ങനെ നോക്കുന്നു, എങ്ങനെ വെള്ളം കുടിപ്പിക്കുന്നു, അതെല്ലാം ഒരു പാർട്ട് ഓഫ് ദി ലെസനാണ്. അച്ഛൻ എങ്ങനെയായിരുന്നു അനിമൽസിനോടുള്ള? അച്ഛൻ ഇവിടുന്ന് ഗേറ്റിൽ വരുമ്പോൾ തന്നെ ആനയെല്ലാം ശബ്ദം ഇടാൻ തുടങ്ങും. അച്ഛനെ മനസ്സിലാവും അച്ഛനാണ് ഈ സർക്കസിൻ്റെ ആൾ. അച്ഛൻ നേരെ ആടെ പോയി അതിനെ വെള്ളം കുടിപ്പിച്ച് അതിന് ഭക്ഷണം കൊടുത്ത്, പിന്നെ കുതിരയിൽ സൈഡിൽ ഇപ്പുറം കുതിരയുണ്ടാവും, കുതിരേനെ നോക്കും. അവിടെ എന്തെങ്കിലും ഫോൾട്ട് വന്ന മാഷെ വിളിച്ചിട്ട് അതിൻ്റെ റെക്ടിഫൈ ചെയ്യും.
പിന്നെ ഉച്ചയ്ക്ക് ശേഷം ടൈഗർ ലൈനിൽ ഭക്ഷണം കൊടുക്കുന്ന സമയമുണ്ട്. ആ ടൈം ആകുമ്പോൾ അവിടെ എത്തും. പിന്നെ അവിടെ കസേര ഇട്ടിട്ട് അതിൻ്റെ കേജസ് ക്ലീൻ ചെയ്യലും അതിന് എത്ര ഇറച്ചി വന്ന ഇറച്ചീൻ്റെ സാമ്പിൾ നോക്കും. അത് കറക്റ്റ് ലെവലിൽ ചീത്ത പറയും. അങ്ങനെയല്ല, അവിടെ തന്നെ ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. കളി മാത്രമല്ല, ആനിമൽസിനെ നോക്കാൻ അച്ഛനെ ബീറ്റ് ചെയ്യാൻ ആരുമില്ല ഇന്ത്യൻ സർക്കസ് ശരിക്കും വെച്ചാൽ. അത് വളരെ കെയറിങ് ആണ്. ആനിമൽസിന് അച്ഛനെ മനസ്സിലാവും. ഇപ്പോൾ ചിമ്പാൻസിക്കല്ലോ അച്ഛനെ ദൂരത്ത് നിന്ന് കാണും, ഭയങ്കര ശബ്ദമാക്കും അച്ഛൻ വരുമ്പോൾ. ചിമ്പാൻസി ജമിനി ശങ്കരൻ എന്ന മനുഷ്യൻ നടന്നു വരുമ്പോൾ ചിമ്പാൻസി ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ശബ്ദമുണ്ടാക്കുമായിരുന്നു. ആനയും. അച്ഛൻ അവിടെ പോയാൽ മാത്രമേ ശബ്ദം തീരുള്ളൂ. അച്ഛൻ അടുത്ത് എത്തണം. എത്തിയിട്ട് അതിനെന്തെങ്കിലും കൊടുക്കണം, തടകണം, താലോലിക്കണം. എന്തൊക്കെയായിരുന്നു ആ സമയത്ത് ഈ ജീവജാലങ്ങൾക്കുള്ള ഭക്ഷണ രീതികൾ? എവിടുന്നൊക്കെയാണ് അന്ന് ഭക്ഷണം? ഇതിനെല്ലാം കരിമ്പാന്നല്ലോ, ആനക്കല്ല, പിന്നെ പുല്ല്, പിന്നെ പനവല. അതായത് ഓരോ സ്റ്റേറ്റിലും ഓരോ നമ്മളിപ്പോൾ ഇന്ത്യ ഫുൾ പോകുന്ന കൂട്ടറാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഓരോന്ന്. വിദേശ രാജ്യങ്ങളിലും പോയിട്ടില്ലേ? ഇവിടെ മാത്രമേ പോയിട്ടുള്ളൂ. മോസ്കോയിൽ പോയി, പിന്നെ ടാൻസാനിയ, സൗത്ത് ആഫ്രിക്ക ടൂർ. പിന്നെ ഈ സർക്കസ് കുവൈറ്റിലും പോയി, ജംബോ. അപ്പൊ താങ്കളുടെ ഓർമ്മ ഒരു 6 വയസ്സ് ഓർമ്മയിൽ ഏത് സർക്കസ് ആണെന്നുണ്ടായിരുന്നത്? ജെമിനിയാണ്. ജെമിനി സർക്കസിന് എത്ര വയസ്സ് പ്രായമുണ്ട്? 1951 വില്യം മൊറേലോ തുടങ്ങി. 51. അപ്പൊ 73 വർഷത്തെ പാരമ്പര്യമുണ്ട്. അപ്പൊ അച്ഛൻ 20 വയസ്സുള്ളപ്പോ 25 അച്ഛനന്ന് 35 വയസ്സ്. അല്ല, അച്ഛൻ 35 പൊന്തിണ്ട് 30 വയസ്സ്. 30 വയസ്സ്. കാരണം 99 വയസ്സിലാണ് അപ്പൊ അച്ഛൻ യാത്രയാകുന്നത് അല്ലേ? അതിന് പിന്നെ മിലിറ്ററിയിൽ ചേർന്നു. സൈനിക ജീവിതം ഉണ്ടായിരുന്നു. ഒരു 3 കൊല്ലം മിലിറ്ററിയിലുണ്ടായിരുന്നു. മിലിറ്ററി ജീവിതം കഴിഞ്ഞിട്ടാണോ അദ്ദേഹം വിവാഹം കഴിച്ചത് ശരിക്കും? അതെ. എന്നിട്ട് അതിനുശേഷം ആർട്ടിസ്റ്റായിട്ട് ലാൻഡ് ബോത്ത് സർക്കസ് ഉണ്ട്. ലാൻഡ് ബോത്ത് ട്രിപ്പീസ് കളിച്ചുകൊണ്ടാണ്. ട്രിപ്പീസും ഒറിസോണ്ടൽ ബാറും. എന്നിട്ട് ലാൻഡ് ബോത്ത് സർക്കസിൽ 3 കൊല്ലം പണിയെടുത്ത്. അവിടെ നിന്ന് പിന്നെ റെയ്മണ്ട് സർക്കസ് ഉണ്ട്, അതും തലശ്ശേരിക്കാരാണ്. അവരുടെ സർക്കസിൽ 2-3 കൊല്ലം വർക്ക്. അതിനുശേഷം ഈ ചെറിയ സർക്കസ് വിലക്ക് മേടിച്ചു, വിജയ് സർക്കസ്. അത് ഒരു 6000 രൂപ വിക്കിപീഡിയ പറയുന്നുണ്ട്. 7000 രൂപ 7000 വിക്കിപീഡിയ പറയുന്നത്. പിന്നെ അത് പൊന്തിച്ചു. അത് പെട്ടെന്ന് പൊന്തി. എങ്ങനെയാണ് ഈ അച്ഛൻ ഈ സർക്കസ് ലോകത്തേക്ക് വരാനുള്ള ഒരു കാരണം? കുഞ്ഞിക്കണ്ണനായിട്ടുള്ള അടുത്ത കളരി സ്കൂൾ പഠിച്ചിട്ട്, പിന്നെ പാവം ഫാമിലി ആയിരുന്നു. ഒരു വലിയ അച്ഛനൊരു മാഷായിരുന്നു. ഇതിൽ വേറെ ഇൻകം ഒന്നും ഉണ്ടായിട്ടില്ല. തലശ്ശേരി 8 ബ്രദേഴ്സാണ്, 7 ബ്രദേഴ്സ് ഒരു സിസ്റ്ററാണ്. അപ്പൊ അവരെല്ലാം. മൂത്തയാള് ശങ്കരേട്ടനായിരുന്നോ? അല്ല, അച്ഛന് ശേഷം 2 ആളേ ഉള്ളൂ. നടുക്ക് പറയാം. അപ്പൊ അദ്ദേഹം ആ കാലത്ത് ഈ കീലേരി കുഞ്ഞിക്കണ്ണന്റെ കൂടെ കളരി അഭ്യസിച്ചതിന്റെ. അല്ലല്ല, കീലേരി കുഞ്ഞിക്കണ്ണന്റെ അച്ഛനെ പഠിപ്പിച്ചു. ഗുരുസ്ഥാനി. അച്ഛനെ ഒന്നിച്ചൊന്നുമില്ല. അച്ഛൻ ഓരോ വലിയും പിന്നെ ഏജുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു. അങ്ങനെ ആ കളരിയാണ് ബാലൻസ് എടുപ്പിച്ചത് അച്ഛനെന്ന് പറഞ്ഞു. സർക്കസില് തലശ്ശേരിയിൽ ഒരു വീടുണ്ടല്ലോ, അവിടുന്ന് ഞങ്ങളവിടെ പോയി ഇരിക്കാം. ഞാനും അച്ഛനും പോയി. അപ്പോൾ അച്ഛന് പറഞ്ഞു, ഈ മിറ്റത്ത് നിന്ന് എന്നെ മാഷക്കന്ന് എന്നൊക്കെ ഇരുന്നിട്ടാണ് എന്നെ ബാലൻസ് എടുപ്പിച്ചത്. ബാലൻസ് പറഞ്ഞാൽ കയ്യിൽ വെച്ചിട്ട് കാല് പൊന്തിക്കും. അങ്ങനെ അത് ഫിറ്റ്നസ് വരണം. അത് അച്ഛന് ഈ കീലേരി കുഞ്ഞിക്കണ്ണ മാഷാന്ന് അച്ഛനെ ബാലൻസ് എടുപ്പിച്ചു. അത് ഈടെ ഒരു കസേരയുണ്ട്, ആ കസേര ഇരുന്നിട്ടാണ് ചെയ്യുന്നതിൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ബേസിക് ട്രെയിനിങ് അത് മാത്രം. പിന്നെ കുറച്ച് കളരി പഠിച്ച് പിന്നെ സർക്കസ് ട്രെയിനിങ് വേറെ സ്ഥലത്ത് പഠിച്ചിട്ടുണ്ടോ? സർക്കസിന്റെ ഐറ്റംസിന്റെ അത് സർക്കസ് തന്നെ പഠിക്കണം, അവിടെ പഠിക്കില്ല. ഇല്ല, അത് ഏത് സർക്കസിൽ നിന്ന് പഠിച്ചതായിട്ടാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്? അത് പറഞ്ഞിട്ടില്ല. അത് കറക്റ്റ് ഏത് സർക്കസിന്റെ ട്രെയിനിങ് കിട്ടിയെന്നറിയില്ല. കളരി പഠിച്ചു കഴിഞ്ഞാൽ ബോഡി ഫിറ്റ്നസ് ഒന്നും എവിടുന്നും ചെയ്യാതെ ബോഡി ഫിറ്റ്നസ് അതൊന്നും കിട്ടിയത് ഇവിടുന്ന്. പിന്നെ സർക്കസ് ഇവിടുന്ന് ട്രെയിനിങ് കിട്ടിയത് പറഞ്ഞിട്ടില്ല. അജയ് ശങ്കർ 6-ാം വയസ്സിൽ അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? കാരണം ഇങ്ങനെ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ നാട്ടിൽ തന്നെയായിരുന്നു. എവിടെ? നമ്മളിവിടെ സെന്റ് മൈക്കിൾസ് കണ്ണൂരിൽ പഠിച്ചു, സ്കൂളിൽ എസ് എൻ കോളേജിൽ പഠിച്ചു. പിന്നെ LLB ഞാൻ ബോംബെ പോയിട്ടുണ്ട്. അല്ല, എൻ്റെ ഒരു ചോദ്യം, ഈ അച്ഛൻ ഇങ്ങനെ ഇന്ത്യ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ സർക്കസുമായിട്ട്. അപ്പോൾ നിങ്ങൾ അച്ഛൻ എപ്പോഴാണ് കാണല്? അച്ഛൻ നാട്ടിൽ വന്നാലേ കാണും. പിന്നെ നിങ്ങളെ കൂട്ടി പോകുന്നത്? നമ്മളെ കൂട്ടി പോകുന്നത് സ്കൂൾ ഹോളിഡേസിന്. അപ്പൊ എവിടെയായിരുന്നു അന്ന് താമസം? പോയി കഴിഞ്ഞാൽ അവിടെ വീടുണ്ടാവും, വാടക സ്ഥലത്ത് എല്ലായിടത്തും. അവിടെ വാടക അച്ഛൻ വീട് എടുക്കുമല്ലോ, ഓരോ സ്ഥലത്തും അവിടെ ഉണ്ടാവും വാടക. അന്നത്തെ കാലം വാടക വീട് വേഗം കിട്ടും. ഇപ്പോഴാണ് കിട്ടുക. അത് ഹോട്ടൽസിൽ നിൽക്കുന്നത്. അന്നെല്ലാം നമ്മൾ വാടക വീട് അമ്മയുണ്ടാവും, കുട്ടി നമ്മളുണ്ടാവും. ഹോളിഡേസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു. അങ്ങനെ ആദ്യമായിട്ട് നിങ്ങൾ പോകുന്നത് ബോംബെയിൽ?
ബോംബെയിലാണ് എൻ്റെ ഓർമ്മ. അതായിരിക്കൂല, അതിന്റെ മുമ്പിൽ പോയിട്ടുണ്ടോ? ഭോപ്പാലിലും പോയിട്ടുണ്ട്. ഭോപ്പാൽ ഇതിലോ കാൺപൂറിലും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല. ബോംബെയിലുള്ള എനിക്ക് സർക്കസിൽ വന്നിട്ട് ആനിമൽസ് കാണുന്ന ബോംബെ എന്നാണ് എനിക്ക് ഓർമ്മ. ഈ അതിനുശേഷമുള്ള ഈ അന്ന് എനിക്ക് 6 വയസ്സ് അന്ന് എത്ര പേരൊക്കെ ഉണ്ടാവും സർക്കസ് ടീമിൽ? 350-400 ആളുണ്ട്. 450 ആളുണ്ട്. ഇന്നിപ്പോ 170 ആളേ ഉള്ളൂ. അന്ന് അത്ര ഹ്യൂജാ. 450 ആള്. 450 ആളുണ്ട്. എത്ര മണിക്കൂർ അന്ന് സർക്കസിന്റെ പീരീഡല്ലേ തന്നെ 2.5 hours. 2.5 മണിക്കൂർ. ഈ 450 ആൾക്ക് എന്തായിരിക്കും അവിടെ റോള്? അത് കളിക്കാർ കുറെ ജാസ്തിയായിരുന്നു. പിന്നെ പെൺകുട്ടികൾ ഇന്നിപ്പോൾ ഒരു 10 പെൺകുട്ടികളുണ്ടാവും. അന്ന് 75-80 പെൺകുട്ടികളുണ്ടാവും. എന്താ വെച്ചാൽ ഒരു കളിക്കാരും ഒരു ഐറ്റം പഠിച്ചാൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട്സിന് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതെന്താ വെച്ചാൽ ഈ കളിക്കാരൻ വേറെ സർക്കസ് പോകും. നമുക്ക് ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ. അവരുടെ എഗ്രിമെന്റ് ഉണ്ട്. എഗ്രിമെന്റ് കഴിഞ്ഞാൽ അവർക്ക് പോകാലോ വേറെ സർക്കസ്. നോർമലി എത്ര കാലത്തേക്ക് ഈ എഗ്രിമെന്റ്? 2 കൊല്ലം 3 കൊല്ലം. അന്നല്ല 3 കൊല്ലം. ഇപ്പൊ 2 കൊല്ലം 1 കൊല്ലം. അവർക്ക് വേറൊരു ഓഫർ വന്ന ദിവസം അങ്ങോട്ട് പോകും. ചില കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും ഇവിടെ. വേറെ സർക്കസ് ഞങ്ങളെത്തും വരും. അതങ്ങനെയാണ് അന്നത്തെ കാലം. അങ്ങനെയാണ്. ഇപ്പൊ ഇന്ത്യയിൽ എത്ര സർക്കസുകൾ ഉണ്ട്? ഇന്നിപ്പോ കോവിഡിന് ശേഷം വളരെ കുറഞ്ഞു. എത്ര ഉണ്ടാവും എന്നാലും നിങ്ങളുടെ ഒരു വലിയ സർക്കസ് എന്ന് പറഞ്ഞ ഒരു 10 സർക്കസ് തന്നെ ഇല്ല. മറ്റേ നിങ്ങളുടെ കാലഘട്ടത്തിൽ എത്ര? ഞാൻ വന്നത് 89 സർക്കസിൽ. ഈ സർക്കസിൽ നമ്മള് അച്ഛൻ ഏൽപ്പിച്ചത്. അപ്പൊ അന്ന് ഒരു 35 സർക്കസ് ഉണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ 15-20 സർക്കസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കേരളത്തിൽ 3-4 സർക്കസ് ബാക്കിയുണ്ട്. നിങ്ങളുടെ തന്നെ 2 നമ്മളെ 2 ഒന്ന് ഗ്രേറ്റ് ബോംബെ, ഒന്ന് കിങ് ഭാരത്. അവരെവിടെയുള്ളവരായി? കിങ് ഭാരതിൽ തലശ്ശേരിക്കാർ. എല്ലാവരും തലശ്ശേരിയാണോ? തലശ്ശേരിയാണല്ലോ മെയിൻ. സർക്കസിന്റെ ഈറ്റിലും തലശ്ശേരിയാണ്. കേക്കിന്റെ ഈറ്റിലും തലശ്ശേരിയാണ്. ക്രിക്കറ്റിന്റെ ഈറ്റിലും തലശ്ശേരിയാണ്. കോർട്ടിന്റെ ഈറ്റിലും തലശ്ശേരിയാണ്. കോടതിയും അവിടെയാണല്ലോ, ആദ്യത്തെ ജുഡീഷ്യൽ ആസ്ഥാനം. അപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. അജയ് പറയുന്ന ഈ വളരെ രസകരമാണ്. 450 പേര് ഒരു കൂടാരത്തിനുള്ളിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇപ്പൊ അത് പകുതിയായി ചുരുങ്ങി. ഇപ്പൊ ഒരു കാരണം കൂടിയുണ്ട്. അതായത് ആനിമൽസ് ഉണ്ടായില്ല അന്ന്. 20 ആന, ഒരു 30 കുതിര, 25-30 ടൈഗർ, 30 ലയൺ, ഒരു 6 കരടി, 6 ലെപ്പേർഡ്, ബ്ലാക്ക് പാന്തേഴ്സ്. ഇതിനെല്ലാം നോക്കാൻ ആള് വേണം. അതിന്റെ ഒരു 100 എത്ര മൃഗങ്ങൾ ഉണ്ടായിരുന്നു അന്ന്? 100 മേലെ ഈസിലി ഉണ്ടോ. ഹിപ്പോപ്പൊട്ടാമസ്, മറ്റേ ചിമ്പാൻസി, സീ ലയൺ. AC ഇതാന്ന് അന്ന് നമ്മുടെ ചെറുപ്പത്തിൽ സീ ലയൺ. ഈ കാരവാൻ AC അന്ന് എനിക്ക് വയ്യ. 60s ഞാൻ പറയുന്നു. അന്നൊന്നും മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല. കാരവാന് വിത്ത് AC ഫിറ്റ്. കാരവാനിൽ സഞ്ചരിച്ച സീ ലയൺസ് നമുക്ക് അത് ആലോചിക്കാൻ പറ്റുമോ? ഇന്ന് സിനിമാ താരങ്ങൾ കാരവാനിലാണ് സഞ്ചരിക്കുന്നത്. അന്ന് മൃഗങ്ങൾ കാരവാനിൽ സഞ്ചരിച്ച ഒരു പ്രൗഢിയുടെ കാലം ഉണ്ടായിരുന്നു സർക്കസിന്. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. ആ കഥയിലേക്ക് നമുക്കൊന്ന് പോകണം. ആ പ്രൗഢിയുടെ കഥയിലേക്ക് ഒരു ചെറിയ ഇടവേള, തിരിച്ചു വരാം. സക്സസ് സ്റ്റോറിയിലേക്ക് പ്രേക്ഷകരെ നിങ്ങൾക്ക് സ്വാഗതം. എങ്ങനെയാണ് ഈ കാരവാൻ? എങ്ങനെയാണ് മൃഗങ്ങൾക്കുള്ള കാരവാൻ്റെ ഒരു സ്വഭാവം? എങ്ങനെയാണ് ശരിക്കും? അല്ല, AC ഫിറ്റ് ആക്കിയിട്ട് വെള്ളമായിരിക്കും. ഈ സീ ലയൺ വെള്ളത്തിലല്ല എന്നല്ല. അപ്പോൾ നല്ല സ്ട്രോങ് കാരവാൻ ആയിരിക്കണം. അടിയിലെല്ലാം നല്ല ഷീറ്റെല്ലാം ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇത് പൊട്ടിപ്പോവല്ലോ വെള്ളത്തിൻ്റെ. മറ്റേ മനുഷ്യന്മാരെ ഇപ്പോൾ കാണുന്ന കാരവാൻ തന്നെ ഇപ്പോഴത്തെ സൊഫിസ്റ്റിക്കേഷൻ ഉണ്ടാവില്ല. കുറച്ചും കൂടി നമ്മളെ കാരവാൻ ഫയൽ വെക്കാനും ഫ്രിഡ്ജും ഒരു സേഫും അച്ഛൻ്റെ പ്രൈവറ്റ് പേപ്പേഴ്സ് വെക്കാനും ഒരു കിടക്കാനൊരു ഉച്ചക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 2 ബെഡ്. കിച്ചണൊന്നും ഉണ്ടാവില്ല. കിച്ചണ് വേറെ ടെൻ്റ് അടിച്ചിട്ട് അവിടുന്ന് ഫുഡ് ഇങ്ങോട്ട് വരും. പിന്നെ ഒരു 5-6 ആൾ ഇരുന്നിട്ട് ഡിന്നർ കഴിക്കേണ്ട സൗകര്യം എല്ലാം ഉണ്ടാവും. അത് ഏത് കാലഘട്ടത്തിൽ? അതാണ് പുള്ളിയിട്ട് പോവാ, വണ്ടിയിലല്ല. അന്ന് ഈ വണ്ടിയിലുള്ള ഇത് വന്നിട്ടില്ല. നമ്മൾ ട്രാക്ടറിൽ പുള്ളിയിട്ട് പോയി. ട്രാക്ടറിൽ അല്ലെങ്കിൽ ഈ ജോങ്ക എന്ന് പറഞ്ഞ മിലിറ്ററി വണ്ടി കിട്ടും അന്നല്ലോ. ജോങ്ക നിഷാനല്ലോ. അതിൽ വലിച്ചിട്ട് കൊണ്ടുപോയി ഒരു സിറ്റിയിൽ നിന്ന് വേറെ സിറ്റി പോകും. അതൊരു ഭയങ്കര കാലമാണല്ലോ. അപ്പൊ ഇത് ടെന്റിനോട് ചേർന്നിട്ട് ഈ കാരവാൻ ഉണ്ടാവും? എപ്പോ ഉണ്ടാവും. ഉള്ളിൽ തന്നെ ഉണ്ടാവും. മറ്റേത് ബാക്കിലുണ്ടാവും. ആനിമൽസിന്റെ ബാക്കിലുണ്ടാവും. ആനിമൽസ് പറഞ്ഞാൽ എല്ലാ ആനിമൽസിനും ഇല്ല. സീ ലയൺസ് ഇല്ല. പിന്നെ പണ്ടുള്ള നമ്മൾ ട്രെയിൻ ലോഡിങ് ആണല്ലോ. ഇന്ദിരാഗാന്ധിന്റെ സമയം നമുക്കൊരു കൺസെഷൻ കിട്ടി. ഇന്നും ഉണ്ട് അത്. അതായത് ഇപ്പൊ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് പോകുന്നു. ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് കൽക്കത്ത പോകണമെങ്കിൽ ട്രക്കിന് വലിയ പൈസ ആവുമല്ലോ. അപ്പോൾ നമ്മൾക്ക് ട്രെയിനിൽ സർക്കസ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഇന്നും ഉണ്ടത്. 50% ഡിസ്കൗണ്ടാണ്. അതിനകത്ത് ഈ ആനിമൽസിലെല്ലാം കയറ്റും. അതിനിപ്പോൾ സെപ്പറേറ്റ് ആണ്. ആനക്ക് ഓപ്പൺ ആയിരിക്കും. മേലെ ഓപ്പണുള്ള ട്രെയിൻ കവേർഡ്. ചിലത് കവേർഡ് ഉണ്ട് സാധനങ്ങൾ കയറ്റാൻ. പാസഞ്ചേഴ്സിനുണ്ടാവും.
ഒരു സർക്കസ് സ്പെഷ്യൽ വരുമ്പോൾ മിലിറ്ററി കഴിഞ്ഞാൽ സർക്കസ് സ്പെഷ്യലിനാണ് പ്രിഫറൻസ്. ഏത് ട്രെയിനും അവിടെ നിൽക്കും. അങ്ങനെയാന്ന് നമ്മൾ ലാസ്റ്റ് ചെയ്തത് 15 കൊല്ലം മുമ്പാണ് നമ്മൾ ചെയ്തതാണ്. ഈ ജംബോയിൽ ഡൽഹിയിൽ നിന്ന് കൽക്കത്തയിൽ. അതാണ് ലാസ്റ്റ് ട്രെയിൻ ഓടിക്കണം. പ്രൊസീജിയർ നമ്മൾ ബുക്ക് ചെയ്യണം റെയിൽവേസിൽ. നമ്മളെ കൺസെഷൻ ഇത് കൊടുക്കും, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് കൊടുത്തതിന് ശേഷം അവർ ഞങ്ങൾക്ക് ഇത്ര BFR, ഇത്ര കവേർഡ്, ഇത്ര ഓപ്പൺ. അതൊരു സ്പെഷ്യൽ ട്രെയിനാണ്, സർക്കസ് സ്പെഷ്യൽ. അത് വരുമ്പോൾ എല്ലാ വണ്ടിയും സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് ആനിമൽസ് ഉണ്ടാവും. ടൈഗർ ലയൺ ഉള്ളതാ, അപ്പൊ അത് ഉണ്ടായതുകൊണ്ട് ആനിമൽസിന്റെ വണ്ടി വെള്ളം നിറയ്ക്കും. ചില സ്റ്റേഷനിൽ വെള്ളം നിറയ്ക്കുന്ന ഫെസിലിറ്റി മുഗൾസ്രായല്ലോ, UP-യിലല്ലോ, അവിടെ നിർത്തി അതിൻ്റെ ആക്കിയിട്ട് അതിനകത്ത് പോകും. ഞങ്ങളൊരിക്കൽ ട്രാവൽ ചെയ്തിട്ടില്ല. അതേ സ്പെഷ്യൽ ഒരു പ്രാവശ്യം മാത്രം ഞങ്ങൾ അമ്മയും ഞാനും ഫാദറും അച്ഛനും ബ്രദേഴ്സെല്ലാം സിസ്റ്ററിലും കഴിച്ചു. ഒരു ഷിഫ്റ്റിംഗാനൊക്കെ ഓർമ്മയുണ്ട്. ബാക്കിയെല്ലാം അത് UP-യിലാവും. UP-ന്നോ BR ആ സൈഡില്ല, UP ആണെന്ന് തോന്നുന്നു. സ്ഥലം ഓർമ്മയില്ല, വളരെ ചെറുതാ. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ? ഒരു ട്രെയിനില് മുഴുവൻ മൃഗങ്ങള് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുക, എല്ലാ ട്രെയിനുകളും ഇവർക്ക് വഴിമാറി കൊടുക്കുക, എന്നിട്ട് ഓരോ സ്റ്റേഷനിൽ ആവശ്യമുള്ള രാജധാനി ഒന്നും ഇല്ലല്ലോ, വന്ദേ ഭാരത് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. പണ്ടത്തെ പാസഞ്ചർ ട്രെയിൻസ് സ്റ്റോപ്പ് ചെയ്യും ഈ സർക്കസ് സ്പെഷ്യൽ പോകാൻ വേണ്ടി. സർക്കസ് സ്പെഷ്യൽ ട്രെയിൻ ഇപ്പൊ ഉണ്ട്. അത് എനിക്കൊന്ന് ലോ വിട്ടില്ല, നമ്മളിപ്പോ എടുക്കാത്തോണ്ട്. അല്ല, ആ കാലഘട്ടത്തിൽ നിയമം പരിഷ്കരിച്ചിട്ടൊന്നുമില്ല. അവസാനം 15 വർഷം മുമ്പാണ് അങ്ങനെ. 12-13 കൊല്ലം മുമ്പാണ്. ഈ അച്ഛന്റെ കാലഘട്ടത്തിൽ ഈ സർക്കസുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രവർത്തന രീതികൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നു, പിന്നെ നിങ്ങൾ കുറച്ചുകൂടി വലുതാവുമ്പോൾ നിങ്ങൾ കൂടെ സഞ്ചരിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഓരോ സ്ഥലത്തും പോകുമ്പോൾ സർക്കസ് എങ്ങനെയാണ് അവിടെ ഒരു ടെന്റ് കെട്ടി ഇതവിടെ കളിക്കാൻ തുടങ്ങുമ്പോൾ ഉള്ള പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇപ്പൊ ഞങ്ങൾ തൃപ്പൂണിത്തുറയാണ് പോകും. അപ്പൊ ഇപ്പൊ ഓൾറെഡി തൃപ്പൂണിത്തുറയിൽ മാനേജർ വർക്ക് ചെയ്യുന്നു. എന്തായാലും അവിടെ ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഗ്രൗണ്ടിന്റെ NOC എടുക്കണം. ഗ്രൗണ്ടിന്റെ റേറ്റ് ഫിക്സിറ്റി കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിന്നോ അല്ലെങ്കിൽ പ്രൈവറ്റോ അതെടുത്തതിന് ശേഷം ആ ആപ്ലിക്കേഷൻ വെച്ചിട്ട് പോലീസിൽ കൊടുക്കും ഫസ്റ്റ്, പിന്നെ ഫയറിൽ കൊടുക്കും, പിന്നെ PWD, ഇലക്ട്രിസിറ്റി, ഹെൽത്ത്, ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടും. ഈ ലൈസൻസ് അതോറിറ്റി ആരാണ്? അത് ഇപ്പൊ കണ്ണൂര് കോർപ്പറേഷൻ. ചില വലിയ സിറ്റീസിലെല്ലാം പോലീസ് കമ്മീഷണറാണല്ലോ. അല്ല, പക്ഷെ ഇതിന് ആയിട്ടില്ല. ഇതിപ്പോ മേയറാ വരുന്നത്. എന്താ അറിയില്ല, സിറ്റീസിലെല്ലാം, അത് പിന്നെ മെട്രോ സിറ്റീസില്ല, ഡൽഹി, കൽക്കത്ത, അവിടെയെല്ലാം കമ്മീഷണർ. ഈ ഇതിന്റെ പ്രോട്ടോകോൾ നിങ്ങൾ എന്തൊക്കെ സംവിധാനമാണ് ഒരു സർക്കസ്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഈ കടലാസുകളെല്ലാം എടുക്കുന്നു, എന്തൊക്കെ ഒരുക്കങ്ങളാണ്, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ആ സമയത്ത്? ഫയറിന്റെ സർട്ടിഫിക്കറ്റ് അവർ ഒന്നും ചെക്ക് ചെയ്യുമല്ലോ. നമ്മൾ ഫയർ എക്യുപ്മെന്റ്സ് നോക്കും, വയറിംഗ്, ഇലക്ട്രിക് വയറിംഗ് നോക്കും, സ്വിച്ചസ് നോക്കും, എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ റെക്ടിഫൈ ചെയ്യാൻ പറയും. പിന്നെ നമ്മൾ തന്നെ ഇത് ഗേറ്റ്സ് ഓപ്പൺ ചെയ്ത് വെക്കണം. ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ പുറത്താക്കേണ്ട വഴി കാണിക്കണം. പിന്നെ ഇപ്പോൾ പണ്ടത്തെ മാതിരി റിസ്ക് ഇല്ല. പണ്ടെല്ലാം എന്ന് വെച്ചാൽ തുണിയല്ല ടെൻറ്റ്, ഇന്ന് തുണിയില്ല, ഇന്നെല്ലാം ഫയർ പ്രൂഫ് സാധനമല്ല, തീ പിടിക്കുകയില്ല, ഫയർ റെസിസ്റ്റന്റ്, പ്രൂഫല്ല. അതായത് അതിന്റെ മേലെ ഫയർ വന്നാൽ ഇത് സ്പ്രെഡ് ആവില്ല, അങ്ങനെ അതിങ്ങനെ കത്തി പിന്നെ അത് ഇത് ബോംബെ, ഡൽഹി സിറ്റീസെല്ലാം ഉണ്ട്. ഇപ്പൊ ചൈനീസെല്ലാം വരുന്നത്, തൈവാനിന്നെല്ലാം വരുന്നത്. ഇത് തൈവാന്റെ തുണിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്. തീ പിടിക്കില്ല, തീ പാളില്ല. പണ്ടത്തെ ഒരു ആക്സിഡന്റ്, തീപിടുത്തം ഉണ്ടായാൽ അപകടം ഉണ്ടാവില്ല, 99% ഉണ്ടാവില്ല. പിന്നെ ഈ വരുന്നത് ദിവാലി ടൈമിന് വരുന്നതാണ് പടക്കം. ഇതിന്റെ മേലെ വന്നിട്ട് കത്തിക്കുമ്പോ ഫ്ലെയർ അപ്പ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഓർമ്മ എങ്ങനെയാണത്? അത് നിങ്ങളുടെ ഓർമ്മയിലുള്ള? എന്റെ ഓർമ്മയിൽ നമ്മൾ ഈ സർക്കസ് ഞാൻ വന്നതിന് ശേഷം, അത് 89 ശേഷം ചിപ്ലൂൺ, മഹാരാഷ്ട്രയിൽ അവിടുന്ന് കത്തി. കത്തിയെന്ന് പറഞ്ഞാൽ മുമ്പ് എന്തോ കച്ചറ കത്തിച്ചതാണ്. അപ്പൊ അവിടെയെല്ലാം വിൻഡിയാന്നല്ലോ, ഈ മാർച്ച് ജൂണിലാണ് കാറ്റുണ്ടാവും. ഈ കാറ്റിൽ ഇതിങ്ങനെ വന്നിട്ട് അപ്പുറത്തെ ടെന്റിൽ പോയി ഇത് ബൈപ്പാസ് ചെയ്യും. അത് കണ്ടപ്പോഴല്ല, അത് രാവിലെ ആയിട്ട് തിരിയില്ലല്ലോ. പിന്നെ മണം വരുന്ന എല്ലാവരും നോക്കുമ്പോൾ മേലെ പിടിച്ചപ്പോഴേ നമ്മൾ പബ്ലിക്കിന് പുറത്താണ് ഫസ്റ്റ് ഷോ നടന്നുകൊടുക്കുന്നു. പക്ഷെ ഭാഗ്യത്തിന് വലിയ പബ്ലിക് ഉണ്ടായാലേ നമ്മൾ ലാസ്റ്റ് ആയിരുന്നു.
അങ്ങനെ വേറെ തമിഴ്നാട്ടിലൊരു സ്ഥലത്തും കൂടി ഇങ്ങനെ കത്തി, 2 സ്ഥലത്ത്. ഒന്നും ബാക്കി അപകടമൊന്നും ഉണ്ടാവില്ല. അപകടം ഞങ്ങളുടെ ആയിട്ടുണ്ട്, ചില സർക്കസിലായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളത് ആയിട്ടില്ല. ഇത് അങ്ങനെ ഞങ്ങള് പബ്ലിക്കിനെ അപ്പൊ തന്നെ ഇറക്കും. പുറത്താക്കണ്ടേ, നമ്മളത്തെ ആളുടെ ജാസ്തി എല്ലാം തുറന്നു പിടിച്ച് പുറത്താക്കും. 1 സെക്കൻഡ് കൊണ്ട് എല്ലാവരെയും പുറത്താക്കും. പക്ഷെ നമ്മളെ സാധനങ്ങൾ കംപ്ലീറ്റ് പോകും. നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടം വരും. ആളഭയം ഉണ്ടാവും. ആയിട്ടില്ല. ഇതെല്ലാം ഇൻഷൂർ അല്ലേ? അങ്ങനെ ഇൻഷുർഡ് ആണ്. പക്ഷെ എന്നാലും അത് വന്നാലും എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സാധനം ഫുൾ കത്തിപ്പോവും. തുണിയല്ലേ, ഇത് ഫ്ലെയറപ്പോ കുറെ കഴിയും. അന്ന് തുണിയില്ല. അപ്പൊ ഒറ്റ സാധനം ബാക്കിയുണ്ടായിരുന്നു. ഫുൾ വയറിങ് പോകും. പിന്നെ നമ്മള് ഇതിന്റെ പേരിൽ സ്റ്റീൽ റോഡ്സ് ഉണ്ടല്ലോ, സ്റ്റീൽ വയർസ്, അതിന്റെ എല്ലാം സ്ട്രെങ്ത് പോകും. അപ്പൊ നമ്മളിത് പുതിയൊരു സർക്കസ് തുടങ്ങുന്ന പോലെ റീസ്റ്റാർട്ട് ചെയ്യണം. 10-20 ദിവസം കമ്പനി സ്റ്റോപ്പ് ആവും. ഇതെല്ലാം മാറ്റി ഉണ്ടാക്കണ്ടേ. അപ്പൊ ഈ 500 പേരെ അന്നേരം പോറ്റണം 20 ദിവസം. 2 പ്രാവശ്യം നമുക്ക് ആയിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷം അച്ഛനുള്ള സമയം എനിക്കൊന്ന് ജമിനിയിൽ 2 വട്ടം അവിടെ ആയിട്ടുണ്ട്. അങ്ങനെ തീപിടുത്തം അങ്ങനെ കൂടെ പൊള്ളാച്ചി നട്ടു. അച്ഛൻ സർക്കസ് വിടുന്നതിന്റെ കുറച്ച് മുമ്പ് പൊള്ളാച്ചി നടത്തി. ഒറ്റ സാധനം ഉണ്ടാവും. നമ്മളത് എക്സ്ട്രാ ടെന്റ് ഉണ്ടാവും. ടെന്റിനെ കൊണ്ടാവില്ല. ഈ വയറിങ്, സേഫ്റ്റി ബെൽറ്റ് ഇതെല്ലാം മാറ്റണം. കംപ്ലീറ്റ് സാധനം മാറ്റിയിട്ട് റിസ്ക്കാ. ഇത് ടൈമും പൊട്ടിപ്പോ കമ്പി. ഒരു ടെന്റിനുള്ളിൽ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ശരിക്കും എത്രയാണ്? ഒരു 2000 ആവറേജ്. 2000 പേര് ഒരേ സമയം ഷോ കാണാനുള്ള സൗകര്യമാണ് ഉണ്ടാകുക. നമ്മൾ ഈ കലാകാരന്മാർ ഏതൊക്കെ രാജ്യത്തു നിന്നുള്ള കലാകാരന്മാരാണ് ശരിക്കും ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു? നമ്മൾ ഇപ്പോഴത്തെ വിട്ടുകൊണ്ട് കേരളം, ബംഗാൾ, UP, കർണാടക, മദ്രാസിൽ നിന്ന് കുറച്ചുണ്ട്. പിന്നെ അന്നത്തെ കാലം ഒരു പടം എടുത്തില്ലല്ലോ ഇവിടെ, ജമിനി സർക്കസ്, മേരനാം ജോക്കർ. അപ്പൊ കുറെ ഫോറിൻ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു. സാധാരണ വിദേശികൾ ഉണ്ടാകാറില്ലേ സർക്കസിൽ? ആ കാലത്ത് എല്ലാവരും ഒരു കാലത്ത് യൂറോപ്യൻസ് വരുത്തുണ്ടായിരുന്നു, ചൈനക്കാർ അങ്ങനെയെല്ലാം വരുത്തുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുറെ കാലം നിർത്തി. പിന്നെ അത് ഇപ്പൊ അടുത്താണ്. ഇപ്പോ നമ്മൾ ആനിമൽസ് ഒരു ഷോർട്ടായ സമയത്ത് നമ്മൾ ഈ ഫോറിനേഴ്സിനെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സർക്കസിന്റെ ആദ്യ കാലഘട്ടത്തിലേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇന്ദിരാഗാന്ധി, നെഹ്റു അടക്കം സർക്കസ്, അങ്ങനെയുള്ള പ്രമുഖർ വരുന്ന ഒരു ഓർമ്മ നിങ്ങൾക്ക് പങ്കുവെക്കാനുണ്ടോ അച്ഛന്റെ കൂടെയുള്ള സമയത്ത്? വരുമ്പോ ഞാൻ ഉണ്ടായിരുന്നു. അച്ഛന്റെ ഒപ്പം നമ്മളെ ചെറുപ്പത്തിൽ കണ്ടിരുന്നു. EMS നമ്പൂതിരിപ്പാട്. EMS എല്ലാം സർക്കസ് കാണാൻ വന്നു. ഫോട്ടോ EMS നമ്പൂതിരിപ്പാട്, AKG, ലാൽ ബഹദൂർ ശാസ്ത്രി. AKG എല്ലാം വന്നിട്ടുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി, ഡോക്ടർ രാധാകൃഷ്ണൻ ഫസ്റ്റ് പ്രസിഡന്റ്, ജയിൽ ഇയാള്. അതിനുശേഷം വന്ന് ഫറൂഖ് അബ്ദുള്ള അല്ല, മറ്റേ ഇന്ദിരാഗാന്ധിന്റെ ഹസ്ബൻഡ് ഫിറോസ് ഗാന്ധി, ഡോക്ടർ രാധാകൃഷ്ണൻ. പിന്നെ വിദേശത്ത് നിന്ന് കുറെ ആളുകളൊക്കെ കാണാൻ വന്നിരുന്നതായിട്ട്. അത് മാർട്ടിൻ ലൂതർ കിങ്. അത് എവിടെ വെച്ചിട്ടായിരുന്നു? ഡൽഹി. അതെങ്ങനെ വന്നു വിട്ടു? അല്ല, അവിടുന്ന് ഡൽഹിയിൽ നമ്മൾ പോയി ക്ഷണിക്കുമല്ലേ, VIPs. ചില കൂട്ടർ ഇൻട്രസ്റ്റ് ഉണ്ട് സർക്കസിന്. അന്ന് വേറെ പോസ്റ്റിംഗ് എല്ലാം സർക്കസ് ചെയ്തിട്ടുള്ളൂ. സിനിമയൊന്നും അങ്ങനെ ആയിട്ടില്ല, വൈഡ് ലെവലിൽ ആയിട്ടില്ല. കമ്പ്യൂട്ടർ ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ സർക്കസ് വന്നാല് എല്ലാവരും സർക്കസ് ഒരിക്കൽ കാണാൻ വരും. അതിന്റെ പാസിന് ചോദിക്കും, ഇന്നാളുണ്ട് കാണാൻ വരണം. വരുമ്പോൾ നമ്മൾ അതിന്റെ അറേഞ്ച്മെന്റ് എസ്കോർട്ട് ചെയ്ത് കാര്യങ്ങൾ നമ്മൾ പോയി ഇൻവൈറ്റും ചെയ്യും VIPs. അങ്ങനെയാണ് അന്നത്തെ കാലം. ഇപ്പൊ അങ്ങനെ ആരും വരുന്നില്ല. പക്ഷെങ്കിൽ കളക്ടർ അങ്ങനത്തെ കൂട്ടറേ വരുന്നുള്ളൂ, മേയേഴ്സ് അങ്ങനെ വരുന്നു. പണ്ട് അങ്ങനെയല്ല. പണ്ട് പ്രൈം മിനിസ്റ്റർ, പ്രസിഡൻസ് ഡൽഹി കളിക്കുമ്പോൾ നിർബന്ധമായിട്ട് വരും. അവർക്കൊരു ഇതാണ് കാണാൻ വേണ്ടി. നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. പിന്നെ കുറെ ആള് വന്നില്ല, ഇവർ മാത്രമല്ല, പല മാർട്ടിൻ ലൂതർ കിങ് വന്ന ഇയർ ഓർമ്മയുണ്ടോ? അയാൾ മരിക്കുന്നതിന്റെ ഒരു കൊല്ലം മുമ്പാണ്. അതിനുശേഷം അയാൾ ഷൂട്ട് ചെയ്ത്, അയാൾ വൈഫിന് ഷൂട്ട് ചെയ്തല്ലോ. ബ്ലാക്ക് പ്രസിഡന്റ് എന്നല്ലേ പറഞ്ഞു അമേരിക്ക. അച്യുത മേനോൻ വന്നിന്. കേൾക്കുന്നുണ്ടല്ലോ പ്രേക്ഷകരെ, നിങ്ങൾ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കണം. കേട്ടല്ലോ ആരെല്ലാം വന്നിരുന്നത് സർക്കാർ. അതിൻ്റെ ഒരു പ്രൗഢ കാലം ഒന്ന് ആലോചിച്ച് നോക്ക്. മാർട്ടിൻ ലൂതർ കിങ്, നെഹ്റു, ഇന്ദിരാഗാന്ധി, EMS നമ്പൂതിരിപ്പാട്, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു EK നായനാർ, അങ്ങനെ വരാത്ത പിണറായി വിജയൻ. പിന്നെ ശങ്കരേട്ടൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണല്ലോ. അവരുടെ ചിത്രങ്ങളൊക്കെ ഇതിന് ചുറ്റുമുണ്ട്. ഒരു പ്രൗഢമായ കാലം. ഇപ്പോഴും പ്രൗഢിയുണ്ട്, പക്ഷെ അദ്ദേഹം പറഞ്ഞല്ലോ പഴയ പ്രൗഢിയില്ല. ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഡൽഹിയിൽ സർക്കസ് കളിക്കുമ്പോൾ അത് കാണാൻ എത്തിയിരുന്നു. അത് പതിവായിരുന്നു. അത്ര പ്രൗഢമായൊരു കാലമുണ്ട്. നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം, തിരിച്ചു വരാം. സക്സസ് സ്റ്റോറിയിലേക്ക് പ്രേക്ഷകരെ നിങ്ങൾക്ക് സ്വാഗതം. ഈ അച്ഛൻ്റെ ഒരു ഓർമ്മ
നിങ്ങളുടെ മനസ്സിൽ അച്ഛനെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ലാളിത്യമുള്ളൊരു മനുഷ്യനായിരുന്നു അച്ഛൻ. എപ്പോഴും ഗൗരവക്കാരനായിരുന്നു ശരിക്കും. ഞങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ലാളിത്യമുള്ളൊരു മുഖമായിട്ടാണ് കണ്ടിരുന്നത്. അച്ഛൻ സ്ട്രിക്റ്റ് ആയിരുന്നു. എന്തായിരുന്നു അച്ഛൻ്റെ ഒരു റൊട്ടീൻ? എങ്ങനെയായിരുന്നു നിങ്ങളെയൊക്കെ വളർത്തുന്നതിൽ? അച്ഛനങ്ങനെ വളർത്താൻ അങ്ങനെ ഉണ്ടായിട്ടില്ല. അച്ഛൻ എപ്പോഴും സർക്കസ് തന്നെ. അമ്മയെ വളർത്തി. അമ്മയുടെ പേരെന്താണ്? ശോഭന. എവിടെയാണ് ശരിക്കും അമ്മയുടെ വീട്? ഇവിടെ തന്നെ, കണ്ണൂർ ചെമ്പിലോട്. ചെമ്പിലോടാണ് അമ്മ. അച്ഛൻ തലശ്ശേരി കുളശ്ശേരിയാണ്. കുളശ്ശേരി. അമ്മ എങ്ങനെയാണ് അപ്പോൾ അതിന്റെ അല്ല, അമ്മ അച്ഛൻ നോക്കിയിട്ടില്ല എന്നല്ല പറയുന്നത്. അച്ഛനിപ്പോ വരും. അച്ഛൻ സ്ട്രിക്റ്റ് ആയിരുന്നു. അച്ഛനങ്ങനെ ഒരു എപ്പോ ഒരു സ്ട്രിക്റ്റ്, ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കും. എങ്ങനെയാണ് അതിന്റെ ആ കർക്കശം എങ്ങനെയാണ് നടപ്പിലാക്കിയിരുന്നത്? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അച്ഛൻ നോക്കുന്നില്ല എന്നൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ അച്ഛൻ ഞങ്ങളത്തെ ഒരു വര വരച്ചു. എങ്ങനെയാണ് അതിന്റെ പെരുമാറ്റമൊക്കെ? നിങ്ങൾ നല്ലോണം സംസാരിക്കും. അമ്മയോട് അമ്മ വഴിയാണോ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത്? അല്ല, അച്ഛനത്ത് തന്നെ പറയാം. അച്ഛൻ പറഞ്ഞാലും അത് അങ്ങനെയൊന്നും പ്രശ്നമില്ല. അച്ഛനത്തിൽ നമ്മൾ പറയലുണ്ട് ആവശ്യമുണ്ടെങ്കിൽ. അമ്മയായിരിക്കും ജാസ്തി പറയാ. ഞങ്ങൾ പറഞ്ഞാലും അങ്ങനെ തരാണ്ടൊന്നുമില്ല, ഉമ്മടിച്ച് തരാണ്ടില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ അച്ഛന് സമയമില്ല. ഇപ്പൊ നാട്ടിൽ വന്നാൽ തന്നെ 2 ദിവസം നിന്നപ്പോഴും പോകും. അത്രേ കാണും. ആ 2 ദിവസത്തിൽ തലശ്ശേരി ഉണ്ടാവും, കണ്ണൂരുണ്ടാവും, ഫ്രണ്ട്സിന്റെ പേരും ഉണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെ അച്ഛനെ കിട്ടലില്ല. അങ്ങനെ സാധാരണ. എത്ര മക്കളാണ്? നമ്മള് 3 ആൾ. മൂത്തയാള് നിങ്ങളാണോ? ഞാനാ മൂത്ത. രണ്ടാമത്തെ എന്റെ ബ്രദർ അനിയെ. അവരും പാർട്ട്ണറായില്ല, ഇന്ന് വരാൻ പറ്റിയില്ല. മൂന്നാമത്തെ ആളോ? മൂന്നാമത്തെ ആള് പെണ്ണാണ്. എന്താ പേര്? രേണുക. എവിടെ എന്ത് ചെയ്യുന്നു? ഓസ്ട്രേലിയയിലാണ്. അജയ് ശരിക്ക് ജനിച്ചത് ബോംബെയിലാണ്. അവിടുന്ന് അതിനുശേഷം ആദ്യ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു? നമ്മൾ ഈ നഴ്സറി അല്ലെങ്കിൽ കണ്ണൂർ. അപ്പോഴത്തേക്ക് ഇവിടെ സെറ്റിൽ ചെയ്തോ നിങ്ങൾ? സെറ്റിൽ ചെയ്തു. മോണ്ടിസോറിയില് ഞങ്ങൾ ഈ പാംഗ്രോ ഹോട്ടലില്ല, അവിടെ നമ്മൾ. അത് നിങ്ങളുടെ വീട് അവിടെയായിരുന്നു? അത് വീടാണ്. പിന്നെ അത് കൺവേർട്ട് ചെയ്ത് വാരത്തേക്ക് മാറിയതിനു ശേഷം. വാരത്ത് വീട് പഴയ ഒരു പുരാതന കെട്ടിടം നിങ്ങൾ എടുത്തതാണോ? എങ്ങനെയാണ്? അച്ഛനെടുത്തതാണ്. ഹരിദാസ് സെട്ടും ഉണ്ട്. ഹരിദാസ് സെട്ടുവിന്റെ പറമ്പ് ആ ഏരിയ ഫുള്ള്. അതെ. ഹരിദാസ് അച്ഛൻ എനിക്ക് തോന്നുന്നു 60s പഠിച്ചത്. അത് ആ പഴയ തറവാട് അങ്ങനെ തന്നെ വാങ്ങിയതാണോ? അച്ഛൻ ബിൽഡപ്പ് ചെയ്ത? ബിൽഡ് ചെയ്ത. അച്ഛൻ മരിച്ചപ്പോ ഞാൻ ആ വീട്ടിൽ വന്നിരുന്നു. അപ്പൊ പാം ഗ്രോവ് ആയിരുന്നു നിങ്ങളെ വീട്? അല്ല, അത് സ്കൂളിംഗ് ടൈം. പിന്നെ അവിടുന്ന് ഒരു 3-4 കൊല്ലം കൊണ്ട് ഇപ്പോഴും പോകുന്നു. സ്കൂൾ വിദ്യാഭ്യാസം എവിടെയാ പൂർത്തിയാക്കിയത്? വാരത്ത്. വാരം ഹൈസ്കൂളിലാണ്? അല്ല, വാരം സ്കൂളിൽ സെന്റ് മൈക്കിൾസിൽ നിന്നാണ് 10ാം ക്ലാസ് പൂർത്തിയാക്കി. പ്രീ ഡിഗ്രി എവിടെയാ ചെയ്തത്? പ്രീ ഡിഗ്രി ചെയ്തത് എസ് എൻ കോളേജ്. അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രി അവിടെ തന്നെ പഠിച്ചു. ഏതാണ് ഡിഗ്രി ചെയ്തത്? കോമേഴ്സ്. പിന്നെ LLB എടുത്തു ബോംബെ പോയിട്ട്. അപ്പൊ LLB എല്ലാം എടുത്തിട്ട് ഇപ്പം ഡിഗ്രി കഴിഞ്ഞു, LLB എടുത്ത ഒരാൾ വീണ്ടും തിരിച്ച് സർക്കസിലേക്ക് തന്നെ വരാൻ കാരണം എന്താണ്? അത് LLB എല്ലാം എടുത്ത് ജഡ്ജിയാകാം, വക്കീലാകാം, പല പണി വേറെ എടുക്കാലോ. അത് ശരിക്കും വെച്ചാൽ എനിക്കത് ഇഷ്ടമുണ്ടായിട്ടില്ല. അങ്ങനെ എടുത്തുന്നുണ്ട്. ആരാ അങ്ങനെ നിർബന്ധിച്ചത് LLB എടുക്കാൻ വേണ്ടിട്ട്? ആരും നിർബന്ധിച്ചിട്ടില്ല, വെറുതെ എടുത്തു. നമ്മളൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ വേണമെന്ന് വെച്ചിട്ട് എടുത്തു. PG എടുത്തു. പിന്നെ ഇവിടെ നമ്മള് ഷോപ്പിൽ വന്ന് കുറച്ച് ഷോപ്പ് ഉണ്ടായിരുന്നോ? ഇവിടെ ബോംബെ ഡേക്കിന്റെ അച്ഛന്റെ ഷോപ്പ് ഉണ്ട്. ബോംബെ ഡേക്കിന്റെ ഷോറൂം ഉണ്ടായിരുന്നു. ആ കാലത്ത് പാം ഗ്രോവ് തുടങ്ങിയായിരുന്നു? ആ കാലത്ത് ഹോട്ടല് ഇല്ല. അച്ഛൻ സർക്കസ് വിട്ടിട്ട് നാട്ടിൽ വന്ന സമയത്ത് തുടങ്ങി. അച്ഛൻ ഏത് ഇയറിലാ സർക്കസ് വിടുന്നത്? 93. നിങ്ങളെ ഏൽപ്പിച്ചിട്ട് വിടുന്നതാണോ? അതെ. എന്താണ് അത് വിടാനുള്ള കാരണം? അച്ഛൻ അന്ന് 70 years ആയല്ലോ. അച്ഛൻ 70 yearsന് ശേഷം ഈ ലൈനിൽ റിസ്ക് അല്ല, ടെൻഷനാ ജാസ്തി. അച്ഛനെ ടെൻഷൻ വേണ്ടെന്ന് വെച്ചിട്ട് വന്നത്. പിന്നെ അച്ഛൻ നടത്തും ടെൻഷൻ. എന്താണ് സർക്കസിലെ ടെൻഷൻ? അന്നത്തെ ആക്സിഡന്റ്സ്. അച്ഛന് ഈ ആക്സിഡന്റ് ഭയങ്കര പേടിയാണ്. ഇത് മാത്രമല്ലല്ലോ, ഈ കളിക്കാർ ആക്സിഡന്റ്, കാറ്റാണ് ഏറ്റവും ഡേഞ്ചർ. ടെന്റല്ല, എല്ലാം പോവും. അത് ഇവിടുത്തെ കാറ്റല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞ നോർത്ത് ഇന്ത്യ, ബംഗാള്, ഈവൻ തമിഴ്നാട്ടിൽ ചില സീസണിൽ ട്രിച്ചി, തിരുനെൽവേലിയിലെ കാറ്റുണ്ട്. അതൊരു പെർട്ടിക്കുലർ പീരീഡ് അടിക്കും. ആടിയിലെ പോലും ഏപ്രിൽ മെയ്. മരണം ഉണ്ടാവും. അപ്പോ വീടാലെ മരണം ഉണ്ടാവും. പിന്നെ ഒന്നും പറയാൻ പറ്റൂല, എന്ത് സംഭവിക്കാം. അത് ഇങ്ങനത്തെ കാറ്റൊന്നുമല്ല, ഒരു 150 കിലോമീറ്ററിലും വരുന്ന കാറ്റ് സ്പീഡിൽ വരും നോർത്ത് ഇന്ത്യയിൽ. ആ കാറ്റ് അച്ഛൻ പേടി. അതായിരിക്കും പേടിയാവും നമുക്ക്. ഞാനൊക്കെ ഒരു കട്ടക്കിൽ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതെല്ലാം പൊന്തും. ടെന്റ് പോവും. ഈ സാധനം ഉണ്ടല്ലോ, ഈ പോൾസ് ഉണ്ടല്ലോ, ഇതെല്ലാം എടുത്തിങ്ങനെ അടിക്കും. ടെന്റെല്ലാം പോവും. അമ്മയില് കാറ്റ്. ഭീകരമായ അവസ്ഥയല്ലേ? ഭീകരം. ബംഗാള്, UP, ഇവിടെ എല്ലാം ഉണ്ട്. ഹരിയാന, അവിടെയെല്ലാം കാറ്റ് വന്നാൽ നമുക്ക് ചില നമ്മൾ ഷോ വെക്കൂല. പബ്ലിക്കിനെ ഉള്ളിൽ കയറൂല, പേടിച്ചിട്ട്.
അത് നമ്മളെ പേരിൽ വേണ്ടത്. അച്ഛന് പിന്നെ ഇതിനകത്തുനിന്ന് സ്റ്റാർട്ടിങ്ങിൽ കളിക്കാരനായിട്ട് വന്ന ആളാണ്. നമ്മൾ കളിക്കാരായിട്ട് വന്നതല്ല. ഞങ്ങൾ പഠിച്ചിട്ട് നമ്മൾ ഈ ലൈനിൽ അങ്ങനെ. എന്തുകൊണ്ട് LLB കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ സർക്കസിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? അച്ഛൻ ഇതെല്ലാം നിങ്ങൾ ഏൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായതാണോ, അതോ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു? അല്ല, നമ്മളെ മനസ്സിൽ മോഹം ഉണ്ടായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ സർക്കസ് നടത്തണമെന്നൊരു വാശി വന്നു. പിന്നെ സർക്കസ് നടത്തണമെന്ന് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ഈ കല അച്ഛൻ്റെ ശേഷം നമ്മളെ കൈമൊന്നും പോയി പോകാൻ പാടില്ല എന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ജെമിനി സർക്കസ് എന്ന് പറഞ്ഞാൽ അച്ഛൻ 3 ആളുണ്ടെങ്കിലും സഹദേവൻ പിന്നെ കുഞ്ഞിക്കണ്ണൻ 3 ആൾ കൂടി തുടങ്ങിയതാണ് ജെമിനി സർക്കസ്. അപ്പോൾ ലാസ്റ്റ് അച്ഛൻ്റെ ടൈമിലുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അച്ഛൻ്റെ കാലശേഷവും ജെമിനി ശങ്കരൻ വരുന്നുണ്ടല്ലോ പേര്, ആ പേര് പോണ്ടെന്ന് വെച്ചിട്ട് തന്നെ എടുത്തത്. ഈ മൃഗങ്ങളുടെ ഒരു നിരോധനം വന്നല്ലോ, അപ്പോൾ ഈ മൃഗങ്ങൾ എത്ര അറ്റാച്ച്ഡ് ആയിരുന്നല്ലോ അച്ഛനായിട്ട്. അപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ അന്ന് എന്താണ് ചെയ്തത്? അത് ഗവൺമെന്റ് എടുത്തല്ലോ. ഗവൺമെന്റ് എടുക്കുക കുറച്ച് വേറെ എവിടെയെങ്കിലും എസ്റ്റേറ്റിൽ നമ്മുടെ അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ 7 കൊല്ലം. പിന്നെ അവിടുന്ന് 7 കൊല്ലം എത്ര ജീവികളെ അവിടെ? 20-25 ലയൺ ഉണ്ടായിരുന്നു. 25 ഒരു 10-12 ടൈഗർ, 6 ബ്ലാക്ക് പാന്തർ, 2 കരടി, 1 ലെപ്പേർഡ്. അപ്പൊ കരടി, സിംഹം, കടുവ ഈ സാധനങ്ങൾ മുഴുവൻ നിങ്ങൾ പോറ്റി. എത്ര വർഷം? 7 വർഷം. 7 വർഷം. അപ്പൊ അതിന് ചെലവ് എങ്ങനെ ചെയ്തു? ചെലവ് നമ്മൾ കൊടുക്കും. ഇറങ്ങുന്ന ചെലവ് വർഷം വേണ്ടേ? അതിന് ബീഫ് അല്ലെങ്കിൽ ചിക്കൻ. ബീഫ് കിട്ടുന്നില്ലെങ്കിൽ ചിക്കൻ കൊടുക്കും. മട്ടൺ കോസ്റ്റ്ലി ഒന്നും. ഇത് രണ്ടും കൊടുക്കും. പാല് കൊടുക്കും മൃഗങ്ങൾക്ക്. പിന്നെ ആന പിന്നെ അന്ന് ബാനായിട്ടില്ല. ഫസ്റ്റിൽ ആന ബാൻ ചെയ്ത് പിന്നെ 10 കൊല്ലം കൂടി കഴിഞ്ഞിട്ട്. പിന്നെ ഇത് ഭയങ്കര ചെലവ് വരുന്നതുകൊണ്ട് നമുക്കത് ഇതാകാനൊന്നും പറ്റില്ല. അങ്ങനത്തെ സാഹചര്യം ആകുമ്പോൾ ഇവർക്ക് കൊടുത്ത് ഇപ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. നമ്മളെ മൃഗം, ഞാൻ മേടിച്ച മൃഗം, ഞാൻ പോറ്റിയ മൃഗം ഉണ്ടാവും. പക്ഷെങ്കിൽ അത് കാണിക്കില്ല. അങ്ങനെ അല്ലെങ്കിൽ അച്ഛനൊന്നും കാണിക്കൂല, പുറത്തൊന്നും കാണിക്കൂല. എത്ര സങ്കടം ഉണ്ടെങ്കിലും കാണിക്കൂല. ആ ക്യാരക്ടർ അങ്ങനെയാണ്. അങ്ങനെ സ്ട്രോങ് വില്ല, സ്ട്രോങ് ആണ്. എങ്ങനെയായിരിക്കും അങ്ങനെ സ്ട്രോങ് ആയിട്ടുണ്ടാവുക? എക്സ്പീരിയൻസ്, ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടിട്ട്. ഈ 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരാള് ലോക നേതാക്കളായിട്ട് മിങ്കിൾ ചെയ്യുന്നല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്ത് തോന്നി അന്നേരം? ഇപ്പം നിങ്ങളൊക്കെ PG കഴിഞ്ഞിട്ടാണ് ആളുകളെ ഹാൻഡിൽ ചെയ്യുന്നത്. അല്ല, നമ്മൾ അത് വളരെ അച്ഛൻ്റെ ഒരു ആ വിൽപ്പാറും ആ ബിസിനസ് സ്നാക്കും ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വിധവും അതെല്ലാം എക്സെപ്ഷനല്ല. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല അത്. എല്ലാവർക്കും പൈസ ആക്കാം. പക്ഷേ ഈ ആൾക്കാരെ ട്രീറ്റ് ചെയ്ത് ആൾക്കാരെ ഹാർട്ടിലേക്ക് വരുന്ന ആ ഒരു ഇത് ചില കൂട്ടർക്ക് കിട്ടുന്നത് അത് ഒരാളായിട്ട് കൂട്ടാം. ഞാൻ മകനായോണ്ട് പറയുന്നല്ല, അങ്ങനെയാണ്. അത് ആരത്ത് ചോദിച്ചാലും അങ്ങനെ പറയും. അങ്ങനെയാണ് ആ മനുഷ്യൻ, അങ്ങനെയാണ് വളർന്ന് ചില കൂട്ടർക്ക് കിട്ടുന്ന ഒരു ഇതാണ്. ഈ നമ്മുടെ ഈ തൊഴിലാളികളുണ്ടല്ലോ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും. അതിപ്പം ഈ ഇത്രയും കാലത്ത് ഇപ്പം മൊത്തം 1/2 നൂറ്റാണ്ട് പിന്നിട്ടുണ്ടാവില്ലേ നിങ്ങളുടെ സർക്കസ്? 1/2 നൂറ്റാണ്ട് 51 73 വർഷം. ഈ സർക്കസ് തന്നെ 45 തുടങ്ങി. ഇപ്പൊ 73 7 പതിറ്റാണ്ട് കാലം. എത്ര ജീവനക്കാർ വന്നു പോയിട്ടുണ്ടാവും? ആയിരക്കണക്കിന് വന്നു പോയിട്ടുണ്ടാവും. തുടക്കം മുതലുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടോ കൂടെ? സ്റ്റാർട്ടിങ്ങിലുള്ളത് ഒരാളുണ്ട്. ഇല്ല, അയാളും ഇല്ല. മറ്റേ സർക്കസിലുണ്ട്, ജെമിനിയിലുണ്ട്. സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിലുള്ള ആരും ഉണ്ടാവില്ല. അച്ഛനായിട്ട് പൈസ വേണ്ടേ? അതില്ല. പക്ഷെ അവിടെ സ്റ്റാർട്ടിങ്ങിലെ പണിയെടുത്ത് വിട്ടിട്ടുണ്ട് 2 ഭാഗം. അത് ഇപ്പം പ്രായമായിട്ട് ട്രെയിനേഴ്സ് ആയിട്ടുണ്ട്. കളിക്കാരാണല്ലോ ട്രെയിനേഴ്സ്. അവര് പിന്നെ ട്രെയിനിങ് പണ്ടേ അച്ഛനെ പറ്റി അറിയുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട് അല്ലേ? നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. അജയ് ശങ്കർ കടന്നു പോകുമ്പോൾ ഈ കാറ്റെല്ലാം വരുന്ന കഥ പ്രേക്ഷകരെ ഒന്ന് ആലോചിച്ച് നോക്ക്. 150 കിലോമീറ്റർ സ്പീഡിൽ ടെൻറ്റ് അങ്ങനെ തന്നെ പൊന്തിപ്പോവുക, തീപിടുത്തം ഉണ്ടായിട്ട് ടെൻറ്റ് മുഴുവൻ കത്തിപ്പോവുക, സ്നേഹിച്ച് ലാളിച്ച് നടന്ന മൃഗങ്ങൾ, ആനയും കടുവയും സിംഹമൊക്കെ ഒരു സുപ്രഭാതത്തിൽ അതിനെല്ലാം മറ്റൊരു ഷെൽട്ടറിലേക്ക് മാറ്റുക. കടന്നുപോയ വഴികൾ ചെറുതല്ല, സഹനത്തിൻ്റേതാണ്. ഒരു പ്രൊഫഷൻ നിലനിർത്തുക എളുപ്പമല്ല എന്ന് ഈ അജയ് ശങ്കർ ഇത് പറയുമ്പോൾ
പ്രേക്ഷകർക്ക് മനസ്സിൽ ഓടുന്നുണ്ടാവും ആ ചിത്രം. കാരണം നമ്മളൊക്കെ സർക്കസ് കണ്ടിട്ടുള്ളവരാണ്. നമുക്കടുത്ത അദ്ദേഹത്തിൻ്റെ സഹോദരനെക്കുറിച്ചും സഹോദരിയെക്കുറിച്ചും ഇപ്പോൾ ഈ സർക്കസുകളൊക്കെ എങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് സംവദിക്കാം. ചെറിയൊരു ബ്രേക്ക് എടുക്കാം, തിരിച്ചു വരാം. പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അജയ് ശങ്കർ, ഇപ്പോൾ നിങ്ങളുടെ ഈ എത്ര സർക്കസാണ് ഇന്ത്യയിൽ നിങ്ങളുടേതായിട്ടുള്ളത്? ഞങ്ങൾ 2 സർക്കസ്, 2 ജെമിനി ജംബോ. ഒന്ന് ഇവിടെ പ്രവർത്തിക്കുന്നു, ഒന്ന് എവിടെയാണ്? മൈസൂരിലാണ്. മൊത്തം എത്ര ജീവനക്കാരി 2 സർക്കസിലും കൂടി ഉണ്ടാവും? നമ്മൾ 150-300 പേരാണ്. 300 പേര് 2 കൂടിയിട്ട്. നിങ്ങളും പിന്നെ ബ്രദറിന്റെ പേരെന്താ? അശോക് ശങ്കർ. നിങ്ങൾ 2 പേരാണ് സർക്കസ് നടത്തുന്നത്. പെങ്ങളെ പേരെന്താ പറഞ്ഞത്? രേണു ശങ്കർ. പെങ്ങള് സർക്കസ് ആയിട്ട് ബന്ധമില്ല, ടീച്ചറാണ്. മാരീഡ് ആണോ? എവിടെയാണോ? സിംഗപ്പൂരിലാണ്. ഹസ്ബൻഡ് സിംഗപ്പൂരിൽ വർക്ക് ചെയ്തത്, സെറ്റിൽ ചെയ്തത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ നിങ്ങൾ ഫീൽഡ് എടുത്തു. നിങ്ങളെ ബ്രദർ അശോക് ശങ്കർ എവിടെയാണ് പഠിക്കുകയും ഇതെല്ലാം? നിങ്ങൾ ട്വിൻസാണ്. എത്ര വയസ്സിന്റെ വ്യത്യാസം? അപ്പൊ അശോകിനും ഇത് തന്നെയായിരുന്നു താല്പര്യം? പിതാവിന്റെ പാത പിന്തുടരാൻ. അത് ഭയങ്കര സംഭവമുള്ള വേറൊരു വഴി. വേറെയും ലൈന് അവന് ഇഷ്ടമാണ്. മാത്രമല്ല വേറെന്താ? പല ബിസിനസ്സും ഉണ്ട്. എന്താണ് പ്രധാനപ്പെട്ടത്? വേറെ ബാംഗ്ലൂരിലാണ് സെറ്റിൽ ചെയ്തത്. പിന്നെ അജയ് ശരിക്കും എവിടെയാ സെറ്റിൽ ചെയ്തത്? ഞാൻ സെറ്റിൽ ചെയ്തത് കണ്ണൂർ. വാരത്തെ തറവാട് വീട്ടിലാണ്? വീട്ടിൽ തന്നെ ആയിരുന്നു. ഇപ്പൊ ഞാൻ വേറെ സ്ഥലത്ത്. ഞാൻ ഒരിക്കലും കണ്ണൂരിൽ സെറ്റിൽമെന്റ് ഉണ്ടെന്നേ ഉള്ളൂ, സെറ്റിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഞാനെപ്പോ ഇതിന്റെ ചുറ്റും. അജയ് ശങ്കർ വേറെന്തൊക്കെ ബിസിനസ്സാണ് ഇതല്ലാതെ? ഹോട്ടൽ നോക്കുന്നുണ്ട്. ഹോട്ടൽ നിങ്ങളാണ് നടത്തുന്നത്? നമ്മൾ രണ്ടാളും കൂടിയിട്ട് അങ്ങനെ. പുതിയ പ്രൊജക്ട് എന്താ മനസ്സിലായി? ഇനിയും സർക്കസിന്റെ ഒരു ഭാവി എന്താണ് നിങ്ങൾ കാണുന്നത്? സർക്കസിൽ ഇനിയും നടക്കും. സർക്കസ് നടക്കാണ്ട് എങ്ങനെ നടക്കും? നടക്കുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ നടത്തിക്കും. നമ്മളല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് ഉണ്ടാവില്ലോ, കഴിവുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ നടത്തും. പക്ഷെ അതിലൊരു മെയിൻ ഒരു ഡ്രോബാക്ക് ഞാൻ കാണുന്നത്, ഈ പുതിയ ആർട്ടിസ്റ്റ് വരുന്നത് കുറഞ്ഞുപോയി. അവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഈ പണ്ട് ഞങ്ങൾക്ക് 10 വയസ്സ് മുതൽ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാം. ഇന്നിപ്പോൾ അത് പറ്റുന്നില്ല. ഇന്ന് 16 വയസ്സിന് മാത്രമേ ആൾക്കാർ ട്രെയിൻ ചെയ്യാൻ പാടുള്ളൂ. ഗവൺമെന്റ് ഓർഡർ, ഉത്തരവ്, ചൈൽഡ് ലേബർ ആക്ട്. അത് വലിയൊരു പ്രോബ്ലം. ബാക്കി ആനിമൽസിനൊന്നും പ്രശ്നമില്ല. നമുക്ക് ആഫ്രിക്കൻസിനെ കൊണ്ടുണ്ടോ? നിങ്ങൾക്ക് ഉണ്ട്. നായും ഇതെല്ലാം ഉണ്ട്. നായി, കുതിര അതെല്ലാം ഉണ്ട്. ഡൊമസ്റ്റിക് ആനിമൽസ് ബാൻ ആയിട്ടില്ല. വൈൽഡ് ആനിമൽസ് ബാൻ ആയി. എത്ര ഐറ്റം ഉണ്ട് ഇപ്പോ? 2 ഉള്ളൂ. അത് നമുക്ക് പിന്നെയും ചേഞ്ച് ചെയ്യാനുണ്ട്. ബേർഡ്സ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷെ അതല്ല ഇഷ്യൂ ചൈൽഡ് ലേബർ ആക്ട്. ചൈൽഡ് ലേബർ എന്ന് വെച്ചാൽ കുട്ടികളെ ചെറുപ്പത്തിൽ കിട്ടിയില്ലെങ്കിൽ ഈ ഫ്ലെക്സിബിലിറ്റി കിട്ടൂല. അപ്പൊ കുറെ ഐറ്റംസ് അങ്ങനെ പോയി പോകും. പിന്നെ 16 വയസ്സ് കഴിഞ്ഞാലും ബോഡി സ്റ്റിഫായി. അപ്പൊ ഈ ട്രെയിനിങ് കിട്ടൂല. ഇപ്പം ഈ സർക്കസിന്റെ ഈറ്റില്ലമായ തലശ്ശേരിയിൽ സർക്കസ് അക്കാഡമി സ്ഥാപിച്ചു. അതങ്ങനെ തന്നെ നിലച്ചുപോയി. സർക്കസ് കലാകാരന്മാർ ഒരിക്കലും അവർക്ക് വേണ്ടത്ര ഒരു ആനുകൂല്യങ്ങളും അവർക്കൊരു ജീവിത സുരക്ഷയും കിട്ടുന്നില്ല എന്നൊരു ചിന്തയുണ്ട്. നിങ്ങളതെങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് ഈ കലാകാരന്മാർ? പണ്ട് കാലത്ത് ഇന്നലെ ഇപ്പൊ ഒരു ആർട്ടിസ്റ്റും ഒരു ഭാര്യയും ഭർത്താവ് ഉണ്ടെങ്കിൽ 1 lakh വരെ ഏൺ ചെയ്യുന്ന ആളുണ്ട്. എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 50,000 മേലെ എല്ലാം. ഇൻഷുറൻസും സൗകര്യങ്ങളും ഒക്കെ അതെല്ലാം എക്സ്ട്രാ വേറെ. ഫുഡ്, ലോഡ്ജിങ്, ഇൻഷുറൻസ്, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്, മെഡിസിൻ, ഇതെല്ലാം നമ്മൾ കൊടുക്കും. അത് കൂടാണ്ട് സാലറി മാത്രമേ ഞാൻ പറയും. അത് മാത്രം 50 മേലെ ഏൺ ചെയ്ത കുട്ടികൾ ആർട്ടിസ്റ്റ് കപ്പിൾസ് അല്ല. നമ്മളിപ്പോൾ നിങ്ങളൊരു സിനിമ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ ഇവിടുന്ന്. ആ സിനിമയിലെ ഒരു സിനിമ അത് കൂടാതെ ഒരു സിനിമ മലയാളത്തിലൊക്കെ സർക്കസ് ടെന്റുകളും കൂടാരങ്ങളും ഒരു ദാരിദ്ര്യത്തിന്റെ ചിഹ്നമായിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ എന്നാണ് ചോദ്യം. ഇപ്പൊ അങ്ങനെയല്ല. അല്ല, എന്താണ് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ? സർക്കസിന് ഭയങ്കര ദൈർഘ്യം പിടിച്ചൊരു പണി, അതിനകത്ത് ഈ പട്ടിണി പരിവട്ടമൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. സ്റ്റോറിയല്ലേ, സ്റ്റോറി ആയിരിക്കും ഉണ്ടാക്കിയല്ലേ, ഒരാളുടെ ഭാവനയല്ലേ, അയാൾ പറയുന്നതല്ലേ. യാഥാർത്ഥ്യമായിട്ട് ബന്ധം അത് ഒരു കാലത്ത് ഉണ്ടാവും. നമ്മൾ ജനിക്കുന്ന മുമ്പിൽ ഉണ്ടാവും. ഇത് 1887 തുടങ്ങിയ സർക്കസ് നമുക്കറിയില്ലല്ലോ. അത് സ്റ്റാർട്ടിങ്ങിൽ കഷ്ടപ്പെടുന്നുണ്ടാവും. ട്രെയിനിങ്ങിന്റെ പീരീഡ്, ആ ടൈമിലുള്ള കഷ്ടപ്പാടുണ്ടാവും. ഇപ്പൊ ഈ 2.5 മണിക്കൂറൊക്കെ ആളുകൾ ഒരു എല്ലാം ഇപ്പൊ സിനിമയെല്ലാം കാണുമ്പോൾ ശീതീകരിച്ച AC ഹാളിൽ ഇരുന്നിട്ടാണല്ലോ കാണുന്നത്. നമുക്ക് ഈ AC സംവിധാനം ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത അത്ര ചൂടുള്ള ഒരു കാലത്തേക്കാണ് നീങ്ങുന്നത്. അതെങ്ങനെയാണ് ഇനി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുക? ആളുകൾ ഈ അന്തരീക്ഷത്തിലും വന്നിരുന്ന് കാണുന്നുണ്ട്. സൺഡേ ഫുള്ളാന്നല്ലോ. സൺഡേ എന്തായാലും ഫുള്ളാവും. നമ്മള് മഴയൊന്നും ഇല്ലെങ്കിൽ. ശനിയാഴ്ച ഒരു ഹാഫ് കിട്ടും എന്തായാലും.
ആള് വരുന്നുണ്ട്. അത് ആൾക്കാർ നോക്കുന്നില്ല. എന്താ പറയാ, ലൈവ് സിനിമ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആർട്ട് ഫോം അത്. ഓക്കെ, അതൊരു ഇല്യൂഷനാണ്. ക്യാമറ കുറെ എടുത്ത് ഒരു ഷൂട്ട് ചെയ്തിട്ട് നല്ലൊരു പ്രോജക്ട് കൊടുക്കല. നമ്മുടെ ലൈവ് ഷോയിൽ AC പറ്റുമോ? ഇപ്പൊ നിങ്ങളൊരു പാട്ട് വരുന്നു, വലിയൊരു പാട്ടുകാരൻ മൈക്കിൾ ജാക്സൺ തന്നെ വരുന്നത്, AC ഉള്ള ചെയ്യാൻ പറ്റില്ല. അതുമാതിരി സർക്കസ് ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ 1 മണി ഷോ നാളെ കളിക്കാൻ പറ്റാണ്ടാവും. 1 മണിക്കാ ചൂട് നിങ്ങൾ പറയുന്നത്. 4 മണി 7 മണിക്ക് ആള് വരും. ഇപ്പൊ 3 ഷോയാണ് നടന്നുകൊണ്ട്. 1 മണി കുറച്ച് ഷോ നിങ്ങൾ പറഞ്ഞ കാരണം കൊണ്ട് കുറയും. 1 മണിക്ക് ഹീറ്റ് കൊണ്ട് ആള് വരില്ല. പക്ഷെ 4 മണിക്ക് 7 മണിക്കൊന്നും അത് എഫക്റ്റ് ആവില്ല. ഈ നിങ്ങളുടെ സർക്കസ് ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഇവിടുന്ന് പോകുന്നത് തൃപ്പൂണിത്തുറ ജംബോ. നിങ്ങൾ റൊട്ടേഷൻ എങ്ങനെയാ ഇതിന്റെ? നിങ്ങൾ ഇനി സീസൺ നോക്കിയിട്ട് പോകണം. ഇനി കണ്ണൂർ എപ്പോഴാ വരിക? അങ്ങനെ ഒരു ടൈം ഉണ്ടോ? ഇത്ര ഒരേ റൗണ്ടിലാണോ നമ്മൾ ഈ സൂര്യൻ ഇങ്ങനെ നമ്മളെ ഈ ഒരു ഭ്രമണപഥം പോലെ കറങ്ങുന്നതിനൊരു ഷെഡ്യൂൾ ഉണ്ടോ? അല്ലല്ല, ഇതെങ്ങനെയാന്ന് വെച്ചാല് സീസൺ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മള് കേരളത്തിൽ ഓണാന്നല്ല സീസൺ, അല്ലെങ്കിൽ റംസാൻ സീസൺ കിട്ടും. ഇതിന്റെ സീസണിലാണ് ആൾക്കാർ പുറത്തിറങ്ങും, ബോണസ് കിട്ടും. അതെല്ലാം നോക്കിയിട്ട് നമ്മൾ ട്രിവാൻഡ്രം, കൊല്ലം അങ്ങനെ കളിക്കും. സൗത്ത് ഇന്ത്യയിലാണ് ഈ ബോണസ് ഓണത്തിന്റെ ഇത്. നിങ്ങൾക്ക് അറിയാം ജാസ്തി അവിടെയാണെന്നുണ്ട്. അങ്ങനെ കളിക്കും. പിന്നെ അതിനുശേഷം ഇപ്പോൾ നമ്മൾ മറ്റേ കമ്പനി ഇപ്പോൾ കളിക്കുന്ന മൈസൂർ, അവിടെ ദസറ അവിടെയും ഡൽഹി സൈഡാണ് ദസറ. നമ്മൾ റൂട്ട് കറക്റ്റ് ആയിരിക്കണം. അത് എക്സ്പീരിയൻസിൽ മാത്രമേ കിട്ടൂ. പിന്നെ ദിവാളി ടൈമിൽ ബോംബെ സൈഡാണ്. ഡൽഹിയിൽ ദിവാളി ഇല്ല. ഡിസംബർ ആകുമ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ പൊങ്കൽ, ഡിസംബർ ക്രിസ്മസ് കൽക്കത്ത. പ്ലാൻഡ് ആയിട്ട് ഒപ്പമാണ് അവിടുത്തെ ഓരോ സിറ്റിയിലും ഓരോരോ സീസൺ ഉണ്ടാവും. ആ സീസൺ മനസ്സിലാക്കിയിട്ട് റൂട്ട് ഉണ്ടാക്കും. ഇപ്പൊ ആ റൂട്ട് പോകുമ്പോൾ 2 സർക്കസ് കോമ്പറ്റീഷൻ ഉണ്ടാവും, എക്സിബിഷൻ ആയിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ റൂട്ട് കവർ ചെയ്ത് പൈസ ഇപ്പൊ 2-3 മാനേജർമാർ ഇപ്പൊ നമ്മുടെ വർക്കിൽ പോയിട്ടാണ്. തൃപ്പൂണിത്തുറ മാത്രമല്ല, അതിന് ശേഷം മെഡ്രാസിലുണ്ട്, അതിനുശേഷം ബാംഗ്ലൂരിലുണ്ട്. അങ്ങനെ 5 ക്യാമ്പിൽ ഇപ്പൊ മുക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ പൈലറ്റ് വർക്ക് നടത്തോണ്ടിരിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ NOC ഒരു ദിവസം കൊണ്ട് കിട്ടൂല. ഈ ഇന്ത്യയില് ഒരു പുതിയ വീടെടുക്കുന്ന മാതിരിയാ. അത്രയും പണിയുണ്ട്. NOC കിട്ടിയ ഒരു ദിവസം കൊണ്ട് ടേബിൾ മൂവ് ആവില്ല. അത് സർക്കസ് ആയിട്ട് സിമ്പതി ഉണ്ട് ആൾക്കാർ. ഓഫീസർമാർക്കും സിമ്പതി. അതുകൊണ്ട് അത് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും നിങ്ങൾ സർക്കസ് കളിച്ചിട്ടുണ്ടോ? കളിക്കാത്ത ഏതെങ്കിലും സംസ്ഥാനം ഉണ്ടോ? കാശ്മീർ കളിച്ചിട്ടില്ല. ഇനി കളിക്കാനുള്ള സാധ്യത ഇല്ലേ കാശ്മീരിൽ? ഇപ്പോഴത്തെ അന്തരീക്ഷം മൊത്തം മാറിയില്ലേ അവിടെ? നോക്കണം. അത് പറയാൻ നമുക്കിപ്പോൾ ആ സൈഡിൽ പോകുമ്പോൾ തിരിയും. കളിക്കാൻ സർക്കസ് കളിക്കുമ്പോൾ എന്താന്ന് വെച്ചാല് ഈ ബോംബ് ത്രെറ്റെല്ലാം വന്നാൽ എന്ത് ചെയ്യും? കാശ്മീറല്ലേ, അവർക്ക് ഒരു ഐഡിയ കിട്ടും, ഇന്നത്തെ ഇത്ര ആൾ ഇരിക്കുന്നുണ്ട്. പണി അവിടെ കൊടുത്തേക്കാം. ഭീഷണി ഉണ്ടായിട്ടുണ്ടോ സർക്കസിന്? ഉണ്ടാവും. എങ്ങനെയാണ്? പോലീസിൽ കവർ കൊടുക്കും. അതായത് നമ്മള് ചെക്കിങ് ഉണ്ടാവും. മറ്റേ ഇത് മെറ്റൽ ഡിറ്റക്ടർ പഞ്ചാബ് ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബില് ഈ ടെററിസ്റ്റുകൾ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് ഫ്രീ ആയില്ല, 8 കൊല്ലം കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ നമുക്ക് 3 ഗേറ്റിലും ഇതുണ്ടാവും, മെറ്റൽ ഡിറ്റക്ടർ. അതിലോട്ട് ആൾ വരും, പോലീസുകാർ വെച്ചിട്ട് അവർ ചെക്ക് ചെയ്യും, ബാഗ് ചെക്ക് ചെയ്യും, നമ്മളാൾക്കാരും ചെക്ക് ചെയ്യും, എന്നിട്ട് വിടും. അങ്ങനെ ഒരു ഷോ കഴിഞ്ഞാൽ എല്ലാം ഫുൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും അൺവാണ്ടഡ് കണ്ടിട്ട് പോലീസിനെ ഏൽപ്പിക്കും. പോലീസ് അടുത്തന്നെ ഉണ്ടാവും, പോലീസ് കൗണ്ടർ ഉണ്ട്. അങ്ങനെയാണ് പോലീസ് ഔട്ട് പോസ്റ്റോട് കൂടിയിട്ടാണ്. അതൊന്നും വേണ്ടാത്ത കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലായി. ഇവിടെ വേറെ എവിടെയും വന്നിട്ടില്ല, പഞ്ചാബിൽ മാത്രമേ അന്ന് വന്നിട്ടുള്ളൂ. ആ കാലത്ത് ആസാമിലും ചിലപ്പോൾ ഉണ്ടാവും. ആ ടൈമിൽ അവിടെയുണ്ട്. അജയ് ശങ്കർ മാരീഡ് ആണല്ലോ. എവിടെയാണ് ജീവിത പങ്കാളിയെ കണ്ടെത്തിയത്? ഞാൻ കണ്ടത് എടുത്തല്ലേ, എവിടെ? അരീക്കോട്. എന്താ ഭാര്യയുടെ പേര്? പൂർണിമ. മക്കള് അവരെന്ത് ചെയ്യുന്നു? അവര് സർക്കസിൽ നിങ്ങളോടൊപ്പം ഉണ്ടോ? അത് വീട്ടമ്മയായിട്ട്? മക്കൾ എത്ര പേര്? രണ്ടാളെ. എന്താ ചെയ്യുന്നത്? മോള് ഹൗസ് വൈഫാണ്, മകൻ ഡോക്ടറാണ്. എവിടെയാ മോളെ പേരെന്താ? അപൂർവ. എവിടെയാണ് മോള് സെറ്റിൽ ആയിട്ടുള്ളത്? കാലിക്കറ്റില്. മോളെ ഭർത്താവിന്റെ പേര്? സുജിത്ത്. എന്ത് ചെയ്യുന്നു? ബിസിനസ്. മകൻ ഡോക്ടർ. എന്താ പേര്? അർജുൻ. എവിടെയാ വർക്ക് ചെയ്യുന്നത്? കൊയിലി ഹോസ്പിറ്റൽ. ഏതാ സ്പെഷ്യലൈസ് ചെയ്യുന്നത്? ഡെർമറ്റോളജി. മാരീഡ് ആണോ? അവരുടെ പേര്? അർജുൻ. മോന്റെ കവിത. അവരെന്ത് ചെയ്യുന്നു? ഡോക്ടർ. അവിടെ തന്നെയാണ്, കൊയിലി തന്നെയാണ്. സഹോദരനും മാരീഡ് അല്ലേ?
അവരും കർണാടകയിലാണ് മാരീഡാണ്. സഹോദരി അപ്പോൾ എല്ലാം ഫുൾ സെറ്റിൽ. സുനിത. അപ്പോൾ സർക്കസുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് പരിപാടി. ഇനിയിപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് നരീൻ്റെ പേര് റൈഡ് ചെയ്യുന്നവര് കുറഞ്ഞവർക്ക് ഇറങ്ങാൻ പറ്റൂല. അങ്ങനെ ഇറങ്ങും. നരീൻ്റെ പേരിൽ റൈഡ് ചെയ്ത് അങ്ങനെ പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ തിന്നാളിയല്ലേ. അതൊരു നല്ല കമന്റ് അല്ലേ. നരീൻ്റെ മുകളിൽ സഞ്ചരിക്കുന്നത് ആർക്കും കൊടുക്കാനേ പറ്റും. ഇത് റണ്ണിങ് ഷോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. റണ്ണിങ് ഷോ അല്ലേ, എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് 365 ദിവസങ്ങളിൽ എത്ര ദിവസം ഇത് ശരിക്കും റണ്ണിങ് ഉണ്ട്? ആക്ച്വലി യാത്രയും അവധിയും എല്ലാം കൂടിയിട്ട് യാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് നെക്സ്റ്റ് തിരുപ്പൂർ 4 ദിവസം അവധി. എന്നാലും അങ്ങനത്തെ ഒരു 10 ക്യാമ്പ് 40 ദിവസം കൂട്ടി 300 ദിവസം റണ്ണിങ്. എന്നാൽ 300 ദിവസം റണ്ണിങ്, 325 ദിവസം റണ്ണിങ്. 300 ദിവസം റണ്ണിങ് ആണ്. 300 പേരുടെ ജീവിതമാണ്. അപ്പൊ എന്തായാലും ഇത് തുടരും അല്ലേ? യെസ്, നമ്മുടെ സമയം തീരുകയാണ്. അജയ് ശങ്കർ ഭയങ്കര ഒരു സിനിമ കാണുന്ന ഒരു ത്രില്ലിലാണ് നമ്മുടെ ഈ സർക്കസിൻ്റെ ജീവിതം നമ്മൾ കണ്ടത്. കലാകാരന്മാർ വരുന്ന വഴികൾ, ഇവർ സഞ്ചരിക്കുന്ന വഴികളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ എന്തെല്ലാം 5 ഒരു വീട് നിർമ്മിക്കുന്ന അതേ പ്രൊസീജിയറിലൂടെ, അതേ നടപടിക്രമങ്ങളിലൂടെയാണ് ഓരോ സ്ഥലത്തും സർക്കസ് തുടങ്ങുന്നത്. പൈലറ്റുമാരായിട്ട് പോയിരിക്കുകയാണ്. പൈലറ്റ് ടീം അവിടെ എത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇതിൻ്റെ 5 സ്ഥലത്ത് ഇപ്പം തന്നെ അവരുടെ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഒരു കഠിന പ്രയത്നം, ഒരു നിശ്ചയദാർഢ്യം. പിന്നെ അദ്ദേഹം അവസാനം പറഞ്ഞാണ് ഏറ്റവും രസകരമായ കമൻറ്റ്, നരിയുടെ പുറത്ത് കയറി സഞ്ചരിക്കുന്നത് പോലെയാണ് സർക്കസ് കൊണ്ടു നടക്കുന്നത്. ഇറങ്ങിയാൽ നരി തിന്നും. അതുകൊണ്ട് തന്നെ ഇത് നിർത്തൂല, ഇതുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. നമുക്ക് വീണ്ടും ജംബോ സർക്കസും ജെമിനി സർക്കസും നമ്മുടെ തലമുറയ്ക്കും വരും തലമുറയ്ക്കുമായി ഇവർ കാത്തു സൂക്ഷിക്കും. ജെമിനി ശങ്കരൻ എന്ന സർക്കസ് കുലപതിയുടെ മൂത്ത മകൻ അജയ് ശങ്കർ വളരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് പ്രേക്ഷകർക്ക് സർക്കസിൻ്റെ ലോകത്തേക്കുള്ള ഒരു സഞ്ചാരമാണ്. അജയ് ശങ്കറിൻ്റെ ജീവിതത്തിലൂടെ ഒരു യാത്രയാണ്. ഇത്ര വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ച അജയ് ശങ്കറിനും ഒപ്പം പ്രേക്ഷകർക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി. നമസ്കാരം.